ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ കളമ ഗൈളൻ, ഒരാൾ അവന്റെ ദേഷ്യത്തെ കടിച്ചു പിടിച്ചാൽ, പിടിച്ചു വച്ചാൽ, ഓ ഖാദിറൻ, അവനക്ക് സാധിക്കും അല ഇൻഫിദഹു, അതിനെ നിറവേറ്റാൻ. അവൻ ഏത് കാര്യത്തിന്റെ മേലിലാണോ അവൻ ദേഷ്യം പിടിക്കുന്നത് ആ കാര്യം ചെയ്യാൻ അവനക്ക് സാധിക്കും. ആ നിലക്ക് തന്നെ അവന്റെ ദേഷ്യത്തെ അവൻ കടിച്ചു പിടിച്ചാൽ തആഅല്ലാഹു അസ്സ വജൽ അലാ റൂസിൽ ഖലായിഖ് യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ സൃഷ്ടികളുടെ ഇടയിൽ വെച്ച് അല്ലാഹു തആല അവനെ വിളിക്കും. അവൻ ഉദ്ദേശിച്ച, അവൻ ഇഷ്ടപ്പെട്ട സ്വർഗീയ സുന്ദരിമാരെ എടുക്കാനുള്ള അധികാരം അല്ലാഹു തആല അവനക്ക് നൽകുന്നു. അപ്പൊ സൃഷ്ടികൾക്കിടയിൽ വെച്ച് അവനെ വിളിക്കുകയും അവനക്ക് ഇഷ്ടമുള്ള സുന്ദരിമാരെ സ്വീകരിക്കാൻ അല്ലാഹു തആല അവനക്ക് അധികാരം നൽകുകയും ചെയ്യുന്ന സുന്ദരമായ ഒരു നിമിഷം, ആ സുന്ദരമായ ആ പ്രതിഫലം അവനക്ക് അല്ലാഹു തആല അവനക്ക് കൊടുക്കും. ബഹുമാനപ്പെട്ട അബൂ ദർദാ റളിയല്ലാഹു അൻഹു തൊട്ട് നിവേദനം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖൂൽ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, ദഅവത്തുൽ മർഇൽ മുസ്ലിമി, ഒരു മുസ്ലിമായ മനുഷ്യന്റെ പ്രാർത്ഥന, ലിഅഖീഹി, അവന്റെ സഹോദരനക്ക് വേണ്ടി. മുസ്ലിമായ ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ, ബിൽഹിരിൽ ഗൈബി, അവന്റെ അഭാവത്തിൽ. അപ്പോൾ ഒരു മുസ്ലിമായ മനുഷ്യൻ മറ്റൊരാൾക്ക് വേണ്ടി അവന്റെ അഭാവത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന മുസ്തജാബത്തുൻ, അത് ഉത്തരം ചെയ്യപ്പെടുന്ന പ്രാർത്ഥനയാണ്. അവൻ അറിയുകയോ അറിയാതിരിക്കുകയോ ചെയ്യട്ടെ, അവന്റെ അഭാവത്തിൽ നാം മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് പെട്ടെന്ന് ഉത്തരം ലഭിക്കാൻ കാരണമാകുന്നു. മുന്തറസി മലക്കുൽ മുഅക്കലുൻ, അവന്റെ തലയുടെ അടുത്ത് ഒരു ഏൽപ്പിക്കപ്പെട്ട മലക്കുണ്ട്. കുല്ലമാ ദഅ ലിഅഖീ ബിഖൈരിൻ, അവൻ അവന്റെ സഹോദരനക്ക് വേണ്ടി എന്തെങ്കിലും നന്മ കൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ ഖാലൽ മലക്കുൽ മുഅക്കലു ബിഹി, ആ ഏൽപ്പിക്കപ്പെട്ട മലക്ക് പറയും, ആമീൻ വലക ബിമിസിൽ, ആമീൻ, അല്ലാഹുവേ അവന്റെ പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരം ചെയ്യണേ, വലക ബിമിസിൽ, നിനക്കും അതുപോലത്തത് അല്ലാഹു തആല നൽകട്ടെ എന്ന് ആ മലക്ക് പ്രാർത്ഥിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അപ്പോൾ മറ്റൊരാൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ അത് അവനക്ക് ഉപകാരം ലഭിക്കാൻ മാത്രമാണോ എന്ന് ചിന്തിക്കാതെ അത് നമുക്ക് കൂടി ഉപകാരം ലഭിക്കാനുള്ള കാരണമാണ്. ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ സോമ യൗമ 27 മിൻ റജബ് കതബല്ലാഹു ലഹു സിയാമ 60 ശഹറ, ഒരാൾ റജബ് 27 അന്ന് നോമ്പ് നോറ്റാൽ 60 മാസം നോമ്പ് നോറ്റ കൂലി അല്ലാഹു തആല അവനക്ക് നൽകുന്നതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു മുഅ്ജിസത്താണ് ഇസ്റാ മിറാജ്. ആ ഇസ്റാ മിറാജ് നടക്കുകയും അല്ലാഹുവിനെ നേരെ കാണുകയും നിസ്കാരം നിർബന്ധമാക്കുകയും അങ്ങനെ എത്രയോ സംഭവങ്ങൾക്ക് സാക്ഷിയാകുകയും ചെയ്ത ദിവസമാണ് റജബ് 27. അതുകൊണ്ട് തന്നെ ആ ദിവസത്തെ നാം ബഹുമാനിക്കുക ദുആഇനക്ക് ഉത്തരമുള്ള ഒരു പ്രത്യേക ദിവസവുമാണ്. ആ ദിവസത്തെ ബഹുമാനിച്ചുകൊണ്ട് ആ ദിവസത്തിന്റെ പകലിൽ നാം നോമ്പ് നോറ്റാൽ ഇത്രയും വലിയ കൂലി അല്ലാഹു തആല നമുക്ക് നൽകുന്നു. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് നിവേദനം, അദ്ദേഹം പറയാണ്, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഔസിനി, എന്നോട് വസിയത്ത് ചെയ്യുക, എനിക്കെന്തെങ്കിലും നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു തരൂ നബിയെ. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തഗ്ളബ്, നീ ദേഷ്യം പിടിക്കരുത്, ദേഷ്യത്തിന്റെ ഒരു കാരണവും നിന്റെ അടുക്കലിൽ നിന്നുണ്ടാവരുത്. ഫറദ്ദദ മിറാറ, അയാൾ പല തവണ ഔസിനി, എന്നോട് വസിയത്ത് ചെയ്തു എന്ന് ആവർത്തിച്ചപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തഗ്ളബ്, നീ ദേഷ്യം പിടിക്കല്ല, എന്നോട് എന്തെങ്കിലും വസിയത്ത് ചെയ്യൂ എന്ന് പറഞ്ഞ അയാളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തൊരു കാര്യം നീ ദേഷ്യം പിടിക്കരുത് എന്നാണ്. ദേഷ്യം ഒരിക്കലും ഉണ്ടാവരുത്, റസൂലുള്ളാഹി കൊടുത്ത ഏറ്റവും വലിയൊരു വസിയ്യത്തായിരുന്നു. മാത്രമല്ല അയാളുടെ ദേഷ്യത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശമിപ്പിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പൊ അന്നാള് വലിയൊരു ദേഷ്യക്കാരനായേക്കാം, അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളുടെ ദേഷ്യത്തൊന്ന് ശമിപ്പിക്കാൻ വേണ്ടി, അയാൾ പലതവണ പറഞ്ഞിട്ടും അയാളുടെ ദേഷ്യത്തൊന്ന് അടക്കി ഒതുക്കാൻ വേണ്ടി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തഗ്ളബ്, ലാ തഗ്ളബ്, നീ ദേഷ്യം പിടിക്കല്ല, ദേഷ്യം പിടിക്കല്ല. അങ്ങനെ അയാളുടെ ദേഷ്യത്തെ ശമിപ്പിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ചെയ്തത്. നല്ല സ്വഭാവത്തിന്റെ ഉടമകളായി അല്ലാഹു തആല നമ്മെ മാറ്റട്ടെ. ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി, ഒരാൾ മറ്റൊരാൾക്ക് ഒരു നല്ല കാര്യം അറിയിച്ചു കൊടുത്താൽ ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി, അത് പ്രവർത്തിച്ചവനെ പോലത്തെ കൂലി അറിയിച്ചു കൊടുത്തവനിക്കും ഉണ്ട്. മറ്റൊരാൾക്ക് നല്ല കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ അയാൾ സ്വീകരിച്ചിട്ടില്ലെങ്കിലും അയാളത് പ്രവർത്തിച്ചിട്ടില്ലെങ്കിലും പറഞ്ഞു കൊടുത്ത കൂലി അറിയിച്ചു കൊടുത്ത ആൾക്കുണ്ട്. മറ്റൊരാൾക്കൊരു നല്ല കാര്യം പറഞ്ഞു കൊടുക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഈ പുതിയ കാലത്ത് നാം മറ്റൊരാൾക്ക് എന്തെങ്കിലും കാര്യം അറിയിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ തെറ്റി തിരുത്തി കൊടുക്കുകയോ ചെയ്താൽ എന്നോട് ആരാണ് ഇവൻ പറയാൻ എന്നുള്ള മട്ടും ഭാവവുമാണ് പലർക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെ മറ്റൊരാൾക്കൊരു ഉപദേശം കൊടുക്കാൻ ഈ കാലത്ത് സാധിച്ചാൽ, ഒരു നല്ല കാര്യം പറഞ്ഞു കൊടുക്കാൻ സാധിച്ചാൽ, തെറ്റ് തിരുത്താൻ സാധിച്ചാൽ
അത് വലിയ ഒരു ഭാഗ്യമാണ്. അതുകൊണ്ട് തന്നെ ചിന്തിച്ചുകൊണ്ട് നല്ല ഐഡിയകളിലൂടെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ജനങ്ങൾ ഉപദേശിക്കാൻ വേണ്ടി നാം ഒരുങ്ങുകയും തയ്യാറാവുകയും ചെയ്യുക. എന്നാൽ ജനങ്ങൾ നമ്മളെ ഉപദേശങ്ങൾ കേൾക്കാനും സ്വീകരിക്കാനും തയ്യാറാവുന്നതാണ്. ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒത്തുല്ലിന, ഞങ്ങൾ പാത്രങ്ങളെ മൂടി വെക്കുക, ഓക്കുസിഖാ, തോൽസഞ്ചികളെ, വെള്ളത്തിൻ്റെ പാത്രങ്ങളെ നിങ്ങൾ കെട്ടിവെക്കുക, വഗലികുൽ ബാബ, വാതിലുകളെ നിങ്ങൾ അടക്കുക, വത്ഫി ഉസിറാജ, വിളക്കിനെ നിങ്ങൾ അണക്കുക. കാരണം ഫൈന ഷെയ്ത്താൻ ലാ യഹുല്ലു സിഖാ, ഒരു തോൽസഞ്ചിയെയും അവൻ അഴിക്കുകയില്ല, വല യഫ്തഹു ബാബൻ, ഒരു വാതിലിനെയും അവൻ തുറക്കുകയില്ല, വല യക്ഷ്ഫി ഇനാൻ, ഒരു പാത്രത്തെയും അവൻ തുറക്കുകയില്ല. കാരണം പാത്രം മൂടി വെക്കലും സഞ്ചി കെട്ടലും വാതിലടക്കലൊക്കെ ഒരു കവചമാണ്. പിന്നെ ശൈത്താൻ അതിൽ വെള്ളം കുടിക്കുകയോ അതിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയോ ഒന്നും ചെയ്യില്ല. വാതിലടച്ചാൽ പിന്നെ വാതിൽ തുറന്ന് ശൈത്താനിൻ്റെ ഫിത്നകൾ അതിലൂടെ ഉണ്ടാവുകയില്ല. ആ കാര്യങ്ങളൊക്കെ അവൻ ചെയ്താൽ പിന്നെ ശൈത്താൻ അതിലിടപെടില്ല. ശൈത്താനിൽ നിന്നുള്ള കവചമാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇത് മൂടി വെക്കാനോ അടക്കാനോ അത് കെട്ടിവെക്കാനോ ഒന്നും അവനക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ അവൻ അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞ് അതിൻ്റെ ഒരു കൊള്ളി, ഒരു മരക്കഷ്ണമെങ്കിലും, ഒരു മരക്കൊള്ളിയെങ്കിലും അവൻ വെക്കട്ടെ. എന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഫൈനൽ ഫുവൈസിഖത തുദ്രിമു അല അഹ്ലിൽ ബൈത്തി ബൈതവും, കാരണം ഈ വിളക്കൊന്നും കെടുത്തിയിട്ടില്ലെങ്കിൽ എലി തുദ്രിമു അഹ്ലിൽ ബൈത്തി ബൈതവും, ആ വീട്ടുകാരെ ഉൾപ്പെടെ ആ വീട്ടിനെ കരിക്കാനുള്ള കാരണമാണ്. കാരണം വിളക്ക് കെടുത്തിയിട്ടില്ലെങ്കിൽ രാത്രി എലികളും മറ്റു ജീവികളൊക്കെ സഞ്ചരിച്ച് ആ വിളക്ക് തട്ടിമറിച്ചാൽ ആ വീടും വീട്ടിലെ ആളുകളും കത്തി നശിക്കാനുള്ള കാരണമാകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ നാം സൂക്ഷിക്കുക. വിളക്കിനെ കെടുത്താനും വാതിലടക്കാനും പാത്രങ്ങളൊക്കെ മൂടി വെക്കാനും നാം തയ്യാറാവുക. എന്നാൽ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകാരങ്ങൾ ലഭിക്കാനുള്ള കാരണമാണ്. പല രോഗങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ നേടാനുള്ള കാരണമാണ്. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് നിവേദനം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹു തആല യഖൂലു, തീർച്ചയായും അല്ലാഹു തആല പറയുന്നു, യബ്ന ആദം, ഓ മനുഷ്യ, തഫറഗ ലി ഇബാദത്തി, എൻ്റെ ഇബാദത്തിനൊക്കെ വേണ്ടി, എനിക്ക് ആരാധന നടത്താൻ വേണ്ടി നീ സമയം ചെലവഴിക്കണം, സമയം കണ്ടെത്തണം. എന്നാൽ അംലഉ സദറക ഗിന, നിന്റെ നെഞ്ചിനെ, നിന്റെ ഹൃദയത്തെ ഐശ്വര്യം കൊണ്ട് ഞാൻ നിറക്കും. വസുദ്ദ ഫഖറക, നിനക്കുള്ള ഫഖറിനെ ഞാൻ തടഞ്ഞു വെക്കുകയും ചെയ്യും. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നീ നിന്റെ ജോലികളെ ഒഴിവാക്കണം, എന്നിട്ട് ഇബാദത്ത് മാത്രം ചെയ്യണമെന്നല്ല. നീ ജോലി ചെയ്യണം, പക്ഷെ നിന്റെ ഇബാദത്തിനെ നീ മുഖ്യമായി എടുക്കണം. നീ ജോലി ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ ഏർപ്പെട്ടാൽ ഇബാദത്തിന് ഒഴിവാക്കുന്ന ഒരവസ്ഥ നിനക്കുണ്ടാവാൻ പാടില്ല. ഏത് ജോലി തിരക്കുകൾക്കിടയിലാണെങ്കിലും ഏതവസ്ഥയിലാണെങ്കിലും നിസ്കാരവും മറ്റു ഇബാദത്തുകളൊക്കെ കൃത്യമായി ചെയ്യാൻ വേണ്ടി തയ്യാറാവണം. എന്നാൽ അല്ലാഹു തആല നമുക്ക് ഐശ്വര്യം നൽകുകയും നമ്മുടെ ദാരിദ്ര്യത്തെ ഇല്ലാതെയാക്കുകയും ചെയ്യും. അങ്ങനെ ഇബാദത്തിന് വേണ്ടി നീ സമയം കണ്ടെത്തുന്നില്ലെങ്കിൽ, നിന്റെ കരങ്ങളെ ഞാൻ ബിസി കൊണ്ട് നിറക്കും. അതായത് എപ്പോഴും ബിസി ആയിരിക്കും, എപ്പോഴും ഷുഗലായിരിക്കും, ജോലി തിരക്കുകളും മറ്റുമായി ഞാൻ നിറക്കും. അല്ലാഹു തആല പറയാണ്, അവനൊക്കെ എപ്പോൾ നോക്കിയാലും ജോലിയായിരിക്കും, തിരക്കായിരിക്കും. പക്ഷേ വലം അസുദ്ദ ഫഖറക, അല്ലാഹു തആല പറയാണ്, നിന്റെ ദാരിദ്ര്യത്തെ ഞാൻ ഒരിക്കലും അടക്കുകയില്ല. അപ്പം അവൻ്റെ ദാരിദ്ര്യം ഒരിക്കലും മാറുകയില്ല. എല്ലാ സമയത്തും തിരക്കും ബിസിയുമാണ്, എല്ലാ സമയത്തും ജോലി തിരക്കാണ്, പക്ഷെ അവൻ്റെ ദാരിദ്ര്യം മാറുന്നുണ്ടോ? അതും ഇല്ല. അങ്ങനെയായിരിക്കും അവൻ്റെ അവസ്ഥ. അപ്പോൾ ഇബാദത്തിനെ നാം ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല. ഏത് ജോലി തിരക്കുകൾക്കിടയിലാണെങ്കിലും നിസ്കാരവും മറ്റു ഇബാദത്തുകളൊക്കെ കൃത്യമായി ചെയ്താൽ അല്ലാഹു തആല നമ്മുടെ ദാരിദ്ര്യത്തെ ഇല്ലാതെയാക്കുകയും ഐശ്വര്യം നൽകുകയും ചെയ്യും. ഒരാൾക്ക് അല്ലാഹു തആല നൽകിയത് കൊണ്ട് അവൻ തൃപ്തിപ്പെടണം എന്നാണ്. അങ്ങനെ തൃപ്തിപ്പെട്ടാൽ ജനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ഐശ്വര്യവാൻ അവനാകുന്നതാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലൈസൽ ഗിനാൻ കസ്റത്തിൽ അറദി വലാകിന്നൽ ഗിനാ ഗിന നഫ്സി, ഐശ്വര്യം എന്നാൽ അത് സമ്പത്ത് അധികരിക്കലല്ല, വലാകിന്നൽ ഗിനാ ഗിന നഫ്സി, അവൻ്റെ ഹൃദയത്തിനുള്ള ഐശ്വര്യമാണ് ഐശ്വര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഹൃദയത്തിന് സംതൃപ്തിയും സമാധാനവും ഉണ്ടെങ്കിൽ അതാണ് ഐശ്വര്യം. ഒരാൾക്ക് വലിയ സമ്പത്തുകാരനാണ്, വലിയ ബിസിനസ്സുകാരനാണ്, വലിയ കാശുണ്ട്, പക്ഷെ അവൻ്റെ മനസ്സിനൊരു സമാധാനവുമില്ല, പിന്നെ അവൻ്റെ സമ്പത്ത് കൊണ്ട് എന്ത് കാര്യമാണ്? ഒരാൾ പാവപ്പെട്ടവനാണ്, അവൻ്റെ മനസ്സിന് നല്ല സമാധാനമുണ്ട്, അവനുള്ള സമ്പത്ത് കൊണ്ട് അവൻ ജീവിച്ച് സുഖകരമായി തൃപ്തിയോടുകൂടെ സന്തോഷത്തോടുകൂടി പോകുന്നു, അവനല്ലേ ഐശ്വര്യവാൻ. അതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, മനസ്സിന്
മനസ്സിൻ്റെ ഐശ്വര്യമാണ്, മനസ്സിൻ്റെ സമാധാനമാണ്, സംതൃപ്തിയാണ് ഏറ്റവും വലിയ ഐശ്വര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അല്ലാഹു തആല നമുക്ക് നൽകിയ സമ്പത്തുകളും മറ്റുമൊക്കെ അതിലൊക്കെ നാം സംതൃപ്തി അടഞ്ഞുകൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ നാം ഐശ്വര്യവാന്മാരാണ്, മനസ്സിന് സമാധാനം ഉണ്ടാകുന്നു. അല്ലാഹു തആല നമ്മെ യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ തആ ഇലാ ഹുദാൻ, ഒരാൾ മറ്റൊരാളെ സന്മാർഗത്തിലേക്ക്, നല്ല വഴിയിലേക്ക്, നേർമാർഗത്തിലേക്ക് ക്ഷണിച്ചാൽ, കാന ലഹു മിനൽ അജ്രി മിസ്ലു ഉജൂരി മൻ തബിഅഹു, അവനോട് പിൻപറ്റിയ ആളുകളുടെ കൂലി പോലത്തെ കൂലി ആ ക്ഷണിച്ചവനക്കും ഉണ്ട്. അപ്പം നല്ലതിലേക്ക് ഒരാൾ ക്ഷണിക്കുക, നല്ലൊരു കാര്യം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്താൽ ആ ചെയ്ത ആൾക്കാരുടെ കൂലി പോലത്തെ കൂലി പറഞ്ഞ ആൾക്കും ലഭിക്കാൻ കാരണമാകുന്നു. എന്നാൽ ഉമൻ തആല വലാല, ഒരാൾ തെറ്റിലേക്ക്, ചീത്ത മാർഗത്തിലേക്ക്, വഴിയിലേക്ക് മറ്റൊരാൾ ക്ഷണിച്ചു, കാനാലൈഹി മിനൽ ഇസ്മി മിസ്ലു ആസാമി മൻ തബിഅഹു, ആ ചീത്ത കാലത്തിൽ, ആ തെറ്റായ വഴിയിൽ അവനോട് ആരൊക്കെ പിൻപറ്റിയോ എങ്കിൽ ആ പിൻപറ്റിയവരുടെയൊക്കെ കുറ്റം പോലോത്ത കുറ്റങ്ങൾ അവനക്ക് ലഭിക്കുന്നതാണ്. ലാ യൻഖുസു ദാലിക മിൻ അസാമിഹിം ഷൈഅ, അത് അവരുടെ കുറ്റങ്ങളിൽ നിന്നൊന്നും ചുരുക്കുകയില്ല. അപ്പം നല്ല ഒരു കാര്യം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്ത് അത് ആരൊക്കെ ചെയ്തോ എങ്കിൽ അതിൻ്റെ ഒക്കെ കൂലി അവനക്ക് ലഭിക്കുന്നു. തെറ്റായൊരു കാര്യം മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുത്ത് അങ്ങനെ അത് ആരൊക്കെ ആ തെറ്റിനെ പിന്തുടർന്നുവെങ്കിൽ അവരൊക്കെ കുറ്റങ്ങൾ അവനക്ക് ലഭിക്കുന്നു. അപ്പം നല്ല കാര്യങ്ങൾ മറ്റൊരാൾക്ക് നാം മാതൃകയാക്കി കൊടുക്കുക, നല്ല കാര്യങ്ങൾ മറ്റൊരാൾക്ക് നാം പറഞ്ഞു കൊടുക്കുക, നല്ലതിലേക്ക് ക്ഷണിക്കുക, തെറ്റിലേക്ക് ക്ഷണിക്കാതിരിക്കുക. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുന്നു, സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു, ഇദാ ദഖല അലാ മരീദിൻ യഉദുഹു, സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതെങ്കിലും ഒരു രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി പ്രവേശിച്ചാൽ ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയും, ലാ ബഅസ തുഹൂർ ഇൻഷാ അല്ലാഹ്, ലാ ബഅസ, പ്രശ്നമില്ല, കുഴപ്പമില്ല, തഹൂറുൻ, ഈ രോഗം എന്നുള്ളത് ദോഷങ്ങളെ പൊറുപ്പിക്കുന്നതാണ്, ശുദ്ധിയാക്കുന്നതാണ്, ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല ഉദ്ദേശിച്ചാൽ. ഹദീസ് നമുക്ക് നൽകുന്ന പാഠം എന്താണ്? ഏത് രോഗിയുടെ അടുത്തേക്ക് പ്രവേശിച്ചാലും സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ വാക്കുകളാണ് പറയേണ്ടത്. അവൻ എത്ര വലിയ രോഗത്തിൽ പെട്ടവനാണെങ്കിലും അവനോട് സാന്ത്വനത്തിന്റെ, സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ വാക്കുകൾ പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കേണ്ടതാണ്. അതാണ് റസൂലുള്ളാഹി പറഞ്ഞത്, ലാ ബസ്, പ്രശ്നമില്ല, കുഴപ്പമില്ല, ഒരു പ്രശ്നവുമില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നു തഹൂറുൻ, ഈ രോഗം എന്നുള്ളത് ദോഷത്തെ പൊറുപ്പിക്കുന്നതാണ്. കാരണം ഓരോ രോഗം, പനി വരെ അവരെ തെറ്റുകളെ പൊറുപ്പിക്കാൻ കാരണമാണ്. അതുകൊണ്ട് തന്നെ ഏത് രോഗിയുടെ അടുത്തേക്ക് വരുമ്പോഴും സമാധാനത്തിന്റെ, സാന്ത്വനത്തിന്റെ വാക്കുകൾ പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കുക, അവനക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്ത് കൊടുക്കുക, അതവനക്ക് വലിയ സമാധാനമാണ്. അല്ലാഹു തആല നമ്മുടെ രോഗങ്ങളൊക്കെ ശിഫയാക്കി സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. മരണമാസന്നമായി കിടക്കുന്ന ഒരു യുവാവിന്റെ അരികിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയാളോട് ചോദിച്ചു, എന്താണ് നിന്റെ ഹൃദയത്തിൽ തോന്നുന്നത്, എന്താണ് നിന്റെ ശരീരത്തിന്റെയും ഹൃദയത്തിന്റെയൊക്കെ അവസ്ഥ എന്താണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, ഓ നബിയെ, ഇന്നി അർജുല്ലാഹ, ഞാൻ അള്ളാഹുവിന്റെ റഹ്മത്തിനെ പ്രതീക്ഷിക്കുന്നു, മാത്രമല്ല ഇന്നി അഖാഫു ദുനൂബി, എൻ്റെ തെറ്റുകളെ ഞാൻ പേടിക്കുന്നു, എൻ്റെ തെറ്റിന്റെ കാരണത്താൽ എന്നെ അള്ളാഹു തആല ശിക്ഷിക്കുമോ എന്ന് ഞാൻ ഭയക്കുകയും ചെയ്യുന്നു നബിയെ. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മരണമാസന്നമായ ഇതുപോലത്തെ സന്ദർഭങ്ങളിൽ ഒരടിമയുടെ ഹൃദയത്തിൽ ഒരുമിച്ച് കൂടുന്ന പേടിയും അതുപോലെ പ്രതീക്ഷയും, ആ പ്രതീക്ഷക്ക് അവൻ പ്രതീക്ഷിച്ച കാര്യങ്ങൾ അല്ലാഹു തആല നൽകുകയും അവൻ പേടിച്ച കാര്യത്തിൽ നിന്ന് അല്ലാഹു തആല അവനക്ക് നിർഭയത്വം നൽകുകയും ചെയ്യുമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിനൊക്കെ പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് തന്നെ ഒരു മുഅ്മിനിക്ക് എപ്പോഴും വേണ്ടത് എന്താണ്? പേടിയും വേണം, പ്രതീക്ഷയും വേണം. ഖൗഫ് റജാ ഒരു മുഅ്മിനിക്ക് ഉണ്ടാവൽ അത്യാവശ്യമാണ്. അല്ലാഹു തആല എന്നെ സങ്കടപ്പെടുത്തില്ല, എന്നെ കുഴക്കില്ല എന്നുള്ളൊരു പ്രതീക്ഷയും അല്ലാഹു തആല എന്നെ ശിക്ഷിക്കുമോ എന്നുള്ളൊരു ഭയവും ഒരു വിശ്വാസിക്ക് എപ്പോഴും ഉണ്ടാവേണ്ടതാണ്. ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന സ്വദഖത വസിലത റഹിമി, സ്വദഖ ചെയ്യലും കുടുംബബന്ധം ചേർക്കലും യസീദുല്ലാഹു ബിഹിമാ ഫിൽ ഉമരി, അത് രണ്ടിൻ്റെയും കാരണം കൊണ്ട് അല്ലാഹു തആല ആയുസ്സിൽ വലിയ വർധനവ് നമുക്ക് നൽകുന്നതാണ്. വയദ്ഫഉ ബിഹിമാ മീതത സൂയി, ദുർമരണങ്ങളെ തൊട്ട് അല്ലാഹു തആല തടയുന്നതാണ്. വയദ്ഫഉല്ലാഹു ബിഹിമാ അൽ മഹ്ദൂർ വൽ മക്റൂഹ്, അല്ലാഹു തആല ചതിയെയും അതുപോലെ ആശങ്കകളെയൊക്കെ അതിൻ്റെ കാരണം കൊണ്ട് തടയുന്നതുമാണ്. അതുകൊണ്ട് തന്നെ കുടുംബബന്ധം ചേർക്കലും സ്വതക്ക ചെയ്യലും വലിയ ഉപകാരങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് വലിയ പ്രതിഫലങ്ങൾ ലഭിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് സ്വതക്ക ചെയ്യാനും കുടുംബബന്ധം ചേർത്താനും നാം മറക്കരുത്. ഒരല്പമാണ് നാം കൊടുക്കുന്നതെങ്കിലും എല്ലാ ദിവസവും എന്തെങ്കിലും ഒന്ന് സ്വതക്ക ചെയ്യാൻ സാധിച്ചാൽ നാം ഭാഗ്യവാന്മാരാണ്. അതുപോലെ നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ, അവരുടെയൊക്കെ കുടുംബക്കാരുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ നമുക്ക് സാധിച്ചാൽ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് വലിയ ഖൈറാത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടാൻ കാരണമാണ്. അതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസിലൂടെ പല പ്രതിഫലങ്ങളും പല
അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കുമെന്ന് ഇതിലൂടെ സൂചിപ്പിച്ചത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സ്വതക്കത്തു അലൽ മിസ്കീനി സ്വതക്ക, പാവപ്പെട്ടവനിക്ക് സ്വതക്ക കൊടുക്കൽ അതൊരു സ്വതക്കയാണ്. എന്നാൽ വഹിയാല ദിർറഹിമി ഇസ്നത്താനി, കുടുംബക്കാർക്ക് കൊടുക്കൽ അത് രണ്ടെണ്ണമാണ്. അതെന്താണ്? സ്വതക്കത്തുൻ വസിലത്തുൻ, സ്വതക്ക ചെയ്ത കൂലിയുമുണ്ട്, കുടുംബബന്ധം ചേർത്തിയ കൂലിയുമുണ്ട്. ബഹുമാനപ്പെട്ട അബൂ ഉമാമ റളിയല്ലാഹു അൻഹു തൊട്ട് നിവേദനം, അദ്ദേഹം പറയാണ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അലൈക്കും ബിഖിയാമിൽ ലൈൽ, നിങ്ങൾ രാത്രി നിസ്കാരം നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കരുത്. അത് നിങ്ങൾ എന്തായാലും ചെയ്യണം. കാരണം എന്താണ്? ഫൈന്നഹു ദഅബു സ്വാലിഹീന ഖബലക്കും, അത് നിങ്ങൾക്ക് മുമ്പുള്ള സ്വാലിഹീങ്ങളുടെ പതിവാണ്. സ്വാലിഹീങ്ങൾ നിത്യമായി ചെയ്ത, അവർ പതിവായി ചെയ്ത ഒരു കാര്യമാണ് രാത്രി നിസ്കാരം എന്നുള്ളത്. മാത്രമല്ല വഹുവ ഖുർബത്തുൻ ഇലാ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിലേക്ക് നിങ്ങൾ അടുപ്പിക്കുന്നതാണ്. അള്ളാഹുവിലേക്ക് ഏറ്റവും അടുക്കാനുള്ള ഒരു മാർഗ്ഗമാണ് രാത്രി നിസ്കാരം. രാത്രി നിസ്കാരം നിത്യമായി നിസ്കരിച്ചാൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. മാത്രമല്ല മഗ്ഫിറത്തുൽ ലിസ്സയ്യാത്തി, പാപങ്ങളെ പൊറുപ്പിക്കുന്നതാണ്. നാം ചെയ്ത നമ്മുടെ തെറ്റുകൾ അതൊക്കെ പൊറുപ്പിക്കാൻ കാരണമാണ് രാത്രി നിസ്കാരം. തെറ്റുകളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെറിയ തെറ്റുകളാണ്. വലിയ തെറ്റുകൾ പൊറുക്കാൻ തൗബ അത്യാവശ്യമാണ്. ഒമൻഹാത്തുല്ലിൽ ഇസ്മി, തെറ്റുകളെ തൊട്ട് തടയുന്നതാണ്. തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുന്നതാണ്. ഹറാമിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാനുള്ളൊരു വഴിയാണ്, മാർഗമാണ് രാത്രി നിസ്കാരം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കഴിയുന്നവരൊക്കെ രാത്രി നിസ്കാരങ്ങൾ പതിവാക്കാൻ വേണ്ടി, രാത്രി നിസ്കാരം ഉദ്ദേശിച്ച തഹജ്ജുദ് നിസ്കാരം അതുപോലത്തെ സുന്നത്ത് നിസ്കാരങ്ങളാണ്, രാത്രി നിസ്കാരങ്ങൾ പതിവാക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു, ഇദാ അറാറല്ലാഹു ബിഅബ്ദിൻ ഖൈറ, ഒരടിമക്ക് അല്ലാഹു തആല നല്ലതിനെ ഉദ്ദേശിച്ചാൽ, അതായത് അടിമക്ക് ആഖിറത്തിൽ നല്ലത് കൊടുക്കണം, അവനക്ക് സ്വർഗം കൊടുക്കണം, നരകം കൊടുക്കരുത്, അവനെ രക്ഷപ്പെടുത്തണം, അങ്ങനെ ഒരാളെ കൊണ്ട് അല്ലാഹു തആല നല്ലത് ഉദ്ദേശിച്ചാൽ ഇസ്തഅമലഹു, അല്ലാഹു തആല അവനോട് അമലിന് ആവശ്യപ്പെടും. അതായത് അവനൊരു ആമിലാക്കും, നല്ല പ്രവർത്തിക്കുന്നവൻ, അമൽ ചെയ്യുന്നവനാക്കും. അപ്പോൾ സഹാബാക്കൾ ചോദിച്ചു, കൈഫ യസ്തഅമിലു യാ റസൂലല്ലാഹ്, എങ്ങനെയാണ് അവനൊരു ആമിലാക്കുക? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യുവഫിഖുഹു ലിഅമലിൻ സ്വാലിഹിൻ ഖബലൽ മൗത്ത്, മരിക്കുന്നതിൻ്റെ മുമ്പ് നല്ല നല്ല സ്വാലിഹായ സൽപ്രവർത്തനങ്ങൾ ചെയ്യാൻ അല്ലാഹു തആല അവനക്ക് തൗഫീഖ് കൊടുക്കുന്നതാണ്. അപ്പോൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ അല്ലാഹു തആല അവനക്ക് കഴിവ് നൽകുമ്പോൾ അവൻ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. അതിൻ്റെ കാരണത്താൽ അവൻ നന്നാവുന്നു. ആ നന്നാവുന്നതിൻ്റെ കാരണത്താൽ ആഖിറത്തിൽ അല്ലാഹു തആല അവനക്ക് സ്വർഗം കൊടുക്കുന്നു. മരിക്കുന്നതിന് മുമ്പ് ഒരാൾക്ക് നല്ലത് ചെയ്യാൻ, നല്ല നല്ല സൽപ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിച്ചാൽ അവൻ ഭാഗ്യവാനാണ്. ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വഇന്നക ലൻ തുൻഫിഖ നഫഖതൻ തബ്തഗി ബിഹാ വജ്ഹ അല്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിൻ്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ട് നീ എന്തെങ്കിലും ഒരു വസ്തുവിനെ നീ ചെലവഴിച്ചാൽ ഇല്ല ഉജ്റത ബിഹാ, അതിൻ്റെ പകരമായി നിനക്ക് കൂലി ലഭിക്കുന്നതാണ്. ഏതുവരെ? നിന്റെ ഭാര്യയുടെ വായയിൽ നീ വെച്ച് കൊടുക്കുന്നതിന് വരെ നിനക്ക് കൂലിയുണ്ട്. നിന്റെ ഭാര്യയുടെ വായിൽ എന്തെങ്കിലും ഒരു ഭക്ഷണത്തിൻ്റെ ഉരുളയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിഠായിയോ എന്തെങ്കിലും ഒരു ഭക്ഷണമോ നിന്റെ ഭാര്യയുടെ വായിൽ നീ വെച്ച് കൊടുക്കുമ്പോൾ അതിനക്ക് വരെ നിനക്ക് കൂലിയുണ്ട് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. പക്ഷേ ഏത് കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ ഉദ്ദേശം നല്ല ഉദ്ദേശമായിരിക്കണം. അല്ലാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവുമായിരിക്കണം എൻ്റെ ലക്ഷ്യം. ദുന്യവിയായ ലക്ഷ്യമില്ലാതിരിക്കുക. അത് ജീവനുള്ള വസ്തുവിന് കൊടുത്താലും ഒരു മരത്തിനേക്ക് വെള്ളമൊഴിച്ച് കൊടുത്താൽ വരെ നിനക്ക് കൂലിയുണ്ട്. അതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. കാറ്റടിച്ച് വീശുന്ന സമയത്ത് ഈ ദുആ ചെയ്യൽ സുന്നത്താണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ദുആയാണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ വ ഖൈറ മാ ഫിഹാ വ ഖൈറ മാ ഉർസിലത് ബിഹി വ അഊദു ബിക മിൻ ശർരിഹാ വ ശർരി മാ ഫിഹാ വ ശർരി മാ ഉർസിലത് ബിഹി. റവാഹു മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. എന്താണ് അതിൻ്റെ അർത്ഥം? എന്താണ്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ, ഈ കാറ്റിൻ്റെ നന്മയെ നിന്നോട് ഞാൻ ചോദിക്കുന്നു അല്ലാഹുവേ, വ ഖൈറ മാ ഫീഹ, ഈ കാറ്റിലൂടെ ഉണ്ടാകുന്ന നന്മകൾ അതിനെയും നിന്നോട് ഞാൻ ചോദിക്കുന്നു അല്ലാഹുവേ, വ ഖൈറ മാ ഉർസിലത് ബിഹി, ഏറെന്തുകൊണ്ടാണോ ഈ കാറ്റിന് അയക്കപ്പെട്ടത് അതിലുള്ള നന്മയെയും നിന്നോട് ചോദിക്കുന്നു. അഊദു ബിക മിൻ ശർരിഹ, കാറ്റിൻ്റെ ഷെറിൽ നിന്നും അതുപോലെ ആ കാറ്റിലുള്ള ഷെറിൽ നിന്നും, വ ശർരി മാ ഉർസിലത് ബിഹി, ഏറെന്തുകൊണ്ടാണോ ഈ കാറ്റിന് അയക്കപ്പെട്ടത് അതിലുള്ള ഷെറിൽ നിന്നും നിന്നോട് ഞാൻ കാവലിന് തേടുന്നു അല്ലാഹുവേ എന്ന് അർത്ഥമുള്ള ഈ ദിക്ർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതിവാക്കിയിരുന്നു. കാറ്റടിച്ച് വീശുന്ന സമയത്ത് ഈ ദിക്ർ ചൊല്ലൽ പ്രത്യേകം സുന്നത്താണ്. കാരണം ഈ ദിക്ർ നമുക്കുള്ള രക്ഷയാണ്. കാരണം കാറ്റ് കൊണ്ട് നല്ലതും നമുക്ക് ലഭിക്കുന്നു, മാത്രമല്ല കാറ്റ് കൊണ്ട് പല പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അല്ലാഹു തആല പതിവാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ബഹുമാനപ്പെട്ട മൈമൂന റളിയല്ലാഹു അൻഹായെ തൊട്ട് നിവേദനം, അവർ പറയാണ്, അഅതഖ്തു ജാരിയത്തല്ലി, എൻ്റെ ഒരു അടിമപ്പെണ്ണിനെ ഞാൻ മോചിപ്പിച്ചു.
അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ മേൽ പ്രവേശിച്ചപ്പോൾ നബിയോട് ഞാൻ ഈ മോചിപ്പിച്ച വിഷയം പറഞ്ഞു കൊടുത്തു. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അമ്മാ ഇന്നക്കി ലൗ കുന്തി അഅതൈതിഹാ അഖ്വാലക്കി കാന അഅ്ളമ ലി അജ്രിക്കി. ഓ മൈമൂന, നീ ആ അടിമയെ നിന്റെ അമ്മാവന്മാർക്കാണ് നൽകിയതെങ്കിൽ കാന അഅ്ളമ ലി അജ്രിക്കി, അത് നിനക്ക് വലിയ വലിയ കൂലി അതുകൊണ്ട് കിട്ടുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു. കാരണം എന്താണ്? കുടുംബക്കാർക്ക് സ്വതക്ക ചെയ്യൽ അത് വളരെ പുണ്യമുള്ള കാര്യമാണ്. അത് സ്വതക്ക ചെയ്ത കൂലിയും കിട്ടും, അതുപോലെ കുടുംബബന്ധം ചേർത്തിയ കൂലിയും കിട്ടും. അതുകൊണ്ട് തന്നെ നാം മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനേക്കാൾ ആദ്യം മുന്തിക്കേണ്ടത് കുടുംബക്കാരെയാണ്. കാരണം കുടുംബക്കാർ കൊടുക്കുമ്പോൾ 2 കൂലിയും വലിയ പ്രതിഫലങ്ങളും നമുക്ക് ലഭിക്കാൻ കാരണമാകുന്നു. അതുകൊണ്ട് തന്നെ സ്വതക്ക ചെയ്യുമ്പോൾ കുടുംബക്കാരെ മുന്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു തആല നമ്മുടെ സ്വതക്കകളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. മറ്റൊരാളുമായി ബന്ധപ്പെടൽ, ബന്ധം സ്ഥാപിക്കൽ സോഷ്യൽ മീഡിയയിലേക്ക് ചുരുങ്ങിയ കാലത്താണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കല്യാണത്തിനോ അല്ലെങ്കിൽ മറ്റു ഫംഗ്ഷനുകൾക്കോ നാം വിളിക്കുന്നത് ഒന്നുകിൽ വാട്സപ്പിലൂടെ, അല്ലെങ്കിൽ കോൾ ചെയ്തുകൊണ്ടോ, അല്ലെങ്കിൽ മറ്റു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. എന്നാൽ മറ്റൊരാളെ നേരെ കണ്ട് അവനോട് ബന്ധം സ്ഥാപിക്കൽ, സന്ദർശിക്കൽ അത് വളരെ പുണ്യമുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾ അള്ളാഹുവിന്റെ തൃപ്തി ഉദ്ദേശിച്ച്, പൊരുത്തം ഉദ്ദേശിച്ച് തന്റെ സുഹൃത്തിനെ പോയി സന്ദർശിച്ചാൽ, നേരെ പോയി സന്ദർശിച്ചാൽ, ലനാദാഹു മലക്കുൻ മിൻ ഖൽഫിഹി, അവന്റെ പിന്നിൽ നിന്നൊരു മലക്ക് വിളിച്ചു പറയുമത്രേ, അലാ തിബ്ത, നീ ഒരു നല്ല കാര്യമാണ് ചെയ്തത്, തോബത്തിലക്കൽ ജന്ന, സ്വർഗം നിനക്ക് വേണ്ടി അലങ്കൃതമായിരിക്കുന്നു. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നിവേദനം, അദ്ദേഹം പറയാണ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു, മൻ ആദ മരീള, ഒരാൾ ഒരു രോഗിയെ സന്ദർശിച്ചു, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഒരു സുഹൃത്തിനെ ഒരാൾ സന്ദർശിച്ചു. അപ്പൊ നല്ല സുഹൃത്താണ്, നല്ലതിനു വേണ്ടി ഒരുമിച്ച് കൂടുകയും പിരിയുകയും ചെയ്യുന്ന നല്ല സുഹൃത്തുക്കളാണ്. അതാണ് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഒരു സുഹൃത്ത്. ആ സുഹൃത്തിനെ ഒരാൾ സന്ദർശിച്ചാൽ, അല്ലെങ്കിൽ രോഗിയെ സന്ദർശിച്ചാൽ, നാദാഹു മുനാദിൻ, ഇവര് വിളിച്ചു പറയുന്നവൻ വിളിച്ചു പറയും, അതായത് ഒരു മലക്ക് വിളിച്ചു പറയും അത്രേ, നീ ഒരു നല്ല പ്രവർത്തനമാണ് ചെയ്തത്, തോപ മംഷാക്ക, നിന്റെ നടത്തം നന്നായിരിക്കുന്നു, നല്ലൊരു നടത്തമാണ് നീ നടന്നത്, നിന്റെ സുഹൃത്തിനെ സന്ദർശിക്കാൻ അല്ലെങ്കിൽ രോഗിയെ സന്ദർശിക്കാനുള്ള നിന്റെ നടത്തം വളരെ നല്ല നടത്തമാണ്. ജന്നത്തി മനസ്സില, സ്വർഗത്തിലൊരു വീടിനെ നീ ഉണ്ടാക്കിയിരിക്കുന്നു, സ്വർഗത്തിൽ അതിന്റെ കാരണം കൊണ്ട് നിനക്കൊരു വീട് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് ഒരു മലക്ക് വിളിച്ചു പറയുമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അപ്പോൾ ഈ ഹദീസ് നൽകുന്ന പാഠം എന്താണ്? ഒരു രോഗിയെ സന്ദർശിക്കുക എന്ന് പറയുന്നത് വളരെ പുണ്യമുള്ള, വലിയ മഹത്വമുള്ള കൂലി ലഭിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഒരു സുഹൃത്ത്, ആ സുഹൃത്തിനെ സന്ദർശിക്കൽ, നിലക്ക് ബന്ധം സ്ഥാപിക്കൽ അതും വളരെ പുണ്യമാണ്. ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുമയെ തൊട്ട് നിവേദനം, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ 3 പേരുണ്ടെങ്കിൽ മൂന്നാമത്തെ ആളെ കൂട്ടാതെ 2 ആളുകൾ പരസ്പരം സ്വകാര്യങ്ങൾ പറയരുത്. അത്താ തഖ്തലിതു ബിന്നാസി, ആ 3 ആളുകൾ കുറെ ആളുകളുടെ അരികിലേക്ക് പോകുന്നത് വരെ. അപ്പൊ കുറെ ആളുകളുടെ അരികിലേക്ക് പോയി അവരുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് 2 ആളുകൾ പരസ്പരം സ്വകാര്യം പറയുന്നതിന് പ്രശ്നമില്ല. അതല്ലാതെ 3 ആളുകൾ മാത്രം നിൽക്കുന്ന സമയത്ത് ഒരാൾ ഒഴിവാക്കി 2 പേര് സ്വകാര്യങ്ങൾ പറയരുത്, രഹസ്യങ്ങൾ പറയരുത്. കാരണം എന്താണ്? മിന്നജിലി അന്നദാലിക യുഹ്സിനുഹു, അത് ആ മൂന്നാമത്തെ ആളെ ദുഃഖിപ്പിക്കും എന്നതുകൊണ്ട് തന്നെയാണ്. കാരണം ഒരാൾ ഒഴിവാക്കി 2 ആളുകൾ പറയുമ്പോൾ അവന്റെ മനസ്സിൽ പല ചിന്തകളും, അവനെ കുറ്റം പറയുകയാണോ അല്ലെങ്കിൽ മറ്റു ചിന്തകൾ വരാനുള്ള സാധ്യതയുണ്ട്, അത് അവനക്ക് വിഷമങ്ങൾ ഉണ്ടാക്കാനുള്ള കാരണമാണ്. അതുകൊണ്ട് തന്നെ 3 ആളുകൾ കൂടി നിൽക്കുന്ന സമയത്ത് ഒരാൾ ഒഴിവാക്കി പരസ്പരം 2 പേര് സ്വകാര്യങ്ങൾ പറയരുത്, രഹസ്യങ്ങൾ പറയരുത് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഹദീസ് നൽകുന്ന പാഠം എന്താണ്? നമ്മുടെ കാരണം കൊണ്ട്, നമ്മുടെ സ്വഭാവങ്ങളെ കൊണ്ട്, നമ്മുടെ വർത്തമാനങ്ങളെ കൊണ്ട്, പ്രവർത്തനങ്ങളെ കൊണ്ട് ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കരുത്, ഒരാൾക്കും ഒരു വിഷമങ്ങളും ദുഃഖങ്ങളും ഉണ്ടാക്കരുത് എന്നാണ് ഇതിലൂടെ പഠിപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾ ഒരു കുടുംബത്തിനേക്ക് അവരുടെ ഹൃദയാന്തരങ്ങളിൽ സന്തോഷങ്ങൾ നിറച്ചു കൊടുത്താൽ, അത് ചിലപ്പോൾ നല്ല പുഞ്ചിരി കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നല്ല സംസാരങ്ങൾ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ കടങ്ങൾ വീട്ടിക്കൊടുത്തായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുത്തായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അത്യാവശ്യങ്ങൾ വരുമ്പോൾ അത് പൂർത്തീകരിച്ചു കൊടുത്തായിരിക്കാം. അങ്ങനെ ഏതെങ്കിലും രൂപത്തിലൂടെ ഒരു വീട്ടുകാർക്ക് സന്തോഷങ്ങൾ അവരുടെ ഹൃദയത്തിലേക്ക് പ്രവേശിപ്പിച്ചാൽ ഖലഖല്ലാഹു മിൻ ദാലിക സുറൂരി, ആ സന്തോഷത്തിന്റെ കാരണത്താൽ
കാരണത്താൽ അല്ലാഹു തആല സൃഷ്ടിക്കും അത്രേ, ഖൽഖൻ ഒരു സൃഷ്ടിയെ, യസ്തഗ്ഫിറൂന ലഹു ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ ആ സൃഷ്ടികൾ അവനക്ക് വേണ്ടി പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കും. അങ്ങനത്തെ സൃഷ്ടികളെ ആ സന്തോഷത്തിന്റെ കാരണത്താൽ അല്ലാഹു തആല സൃഷ്ടിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഹദീസ് നമുക്ക് നൽകുന്ന പാഠം എന്താണ്? നമ്മുടെ കാരണങ്ങളെ കൊണ്ട് ഒരാൾക്കും ഒരു വിഷമവും ഉണ്ടാവാതെ മറ്റുള്ളവർക്ക് സന്തോഷമുണ്ടാക്കാൻ നമുക്ക് സാധിച്ചാൽ നാം എത്രയോ വലിയ ഭാഗ്യവാന്മാരാണ്. ഒരു കുടുംബത്തിന്റെ പ്രയാസങ്ങൾ നമുക്ക് അകറ്റിക്കൊടുക്കാൻ സാധിച്ചാൽ നാം എത്ര ഭാഗ്യവാന്മാരാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ വിഷമങ്ങൾ കണ്ടറിയാനും മറ്റുള്ളവർക്ക് സന്തോഷങ്ങൾ വാരി വിതറാനും നമ്മുടെ ജീവിതത്തിൽ സമയം കണ്ടെത്തുക. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു ലാ യൻസിൽ മൻസിലൻ, ഏതൊരു സ്ഥലത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങുകയാണെങ്കിലും ഇല്ലാ വദ്ദാഹു ബിറകഅത്തൈനി, 2 റകഅത്ത് കൊണ്ട് യാത്ര പറയുന്നവരായിരുന്നു. അപ്പോൾ ഏതൊരു സ്ഥലത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങിയാൽ, യാത്ര പോകുന്ന സമയത്ത് എവിടെയെങ്കിലും ഇറങ്ങിയാൽ അവിടെ വെച്ച് 2 റകഅത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിക്കും. അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പതിവായിരുന്നു. കാരണം എന്താണ്? നാം ഏത് സ്ഥലത്ത് നിസ്കരിക്കുകയാണെങ്കിലും ആ സുജൂദ് ചെയ്യുന്ന സ്ഥലം നമുക്ക് വേണ്ടി നാളെ ആഖിറത്തിൽ സാക്ഷി നിൽക്കാൻ കാരണമാണ്. അതുകൊണ്ട് തന്നെ ധാരാളം ഭൂമിയിലുള്ള സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾ, ധാരാളം സ്ഥലത്ത് അവന് സുജൂദ് ചെയ്ത സ്ഥലങ്ങളുണ്ടെങ്കിൽ ആ സ്ഥലങ്ങളൊക്കെ നാളെ ആഖിറത്തിൽ അവനക്ക് വേണ്ടി സാക്ഷി നിൽക്കും. അപ്പോൾ എത്ര ചെറിയ യാത്രയാണെങ്കിലും നാം നമ്മുടെ നാട് വിട്ട് മറ്റൊരു സ്ഥലത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഇറങ്ങുകയാണെങ്കിൽ അവിടെ വെച്ച് 2 റകഅത്ത് നിസ്കാരം നിസ്കരിക്കുക. നല്ല ശുദ്ധിയുള്ളൊരു സ്ഥലം കിട്ടിയാൽ, അത് പള്ളിയാവട്ടെ പള്ളി അല്ലാതിരിക്കട്ടെ, പള്ളിയാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ അവിടെ വെച്ച് 2 റകഅത്ത് സുന്നത്ത് നിസ്കാരം നമുക്ക് നിസ്കരിക്കാൻ ഭാഗ്യം ലഭിക്കുകയാണെങ്കിൽ, അവസരം ലഭിക്കുകയാണെങ്കിൽ അതിൽ മുതലെടുക്കാൻ വേണ്ടി നാം തയ്യാറാവണം. കാരണം ആ സ്ഥലങ്ങളൊക്കെ നാളെ ആഖിറത്തിൽ സാക്ഷി നിൽക്കും. നബിയുടെ സുന്നത്ത് ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നിവേദനം, അദ്ദേഹം പറയാണ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു കാന ഇദാ ഖദിമ മിൻ സഫറിന്റെ, യാത്രയിൽ നിന്ന് റസൂലുള്ളാഹ് യാത്ര കഴിഞ്ഞ് മടങ്ങി വരികയാണെങ്കിൽ ബദബിൽ മസ്ജിദി, പള്ളിയിൽ വെച്ച് തുടങ്ങുന്നവരായിരുന്നു. ഫറകഅഫി റകഅത്തൈനി, അങ്ങനെ പള്ളിയിൽ വെച്ച് 2 റകഅത്ത് നിസ്കരിക്കുകയും ചെയ്യും. അപ്പോൾ യാത്ര കഴിഞ്ഞ് ഏതെങ്കിലും നാട്ടിൽ നിന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വരുന്ന സമയത്ത് ആദ്യം പള്ളിയിൽ കയറും, എന്നിട്ട് 2 റകഅത്ത് നിസ്കരിക്കും. അത് വലിയൊരു സുന്നത്താണ്, മുത്തുനബിയുടെ സുന്നത്താണ്. അത് ജീവിതത്തിൽ വലിയ ബറക്കത്തുണ്ടാവാനുള്ള കാരണമാണ് പള്ളി കൊണ്ട് തുടങ്ങുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും യാത്ര കഴിഞ്ഞ് നാം മടങ്ങി വരുമ്പോൾ ആദ്യം പള്ളിയിൽ കയറി 2 റകഅത്ത് നിസ്കരിച്ച് പിന്നെ വീട്ടിലേക്ക് പോകാൻ ശ്രമിക്കുക. അല്ലാഹു തആല ഈ സുന്നത്ത് ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പാത്രങ്ങളെ നിങ്ങൾ മൂടി വെക്കുക, തോൽസഞ്ചികളെ നിങ്ങൾ കെട്ടിവെക്കുക. അപ്പോൾ ഭക്ഷണ പാത്രങ്ങളെയും വെള്ളപാത്രങ്ങളെയൊക്കെ നിങ്ങൾ മൂടി വെക്കുക. കാരണം എന്താണ്? ഫൈനഫിസനത്തിലേരത്തൻ, വർഷത്തിലൊരു രാത്രിയുണ്ട്, എൻസിലു ഫിഹ വബഉൻ, ആ രാത്രിയിൽ പ്ലേഗ് പോലത്തെ പകർച്ചവ്യാധികൾ ഇറങ്ങുന്നതാണ്. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൂടിയില്ലാത്ത പാത്രങ്ങൾ, അതുപോലെ കെട്ടിവെക്കാത്ത സഞ്ചികൾ, വെള്ളപാത്രങ്ങൾ, ആ പാത്രങ്ങളിലൊക്കെ ആ വബ ഇറങ്ങുന്നതാണ് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ശാസ്ത്രീയമായി ചിന്തിച്ചാൽ തന്നെ മൂടിവെക്കപ്പെടാത്ത, തുറന്നിടപ്പെട്ട വെള്ളമോ അതുപോലെ ഭക്ഷണമോ കഴിക്കരുത് എന്നാണ്. കാരണം അതിൽ പല ബാക്ടീരിയകളും വൈറസുകളും ഫംഗസുകളൊക്കെ ഇറങ്ങാൻ സാധ്യതയുണ്ട്. എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷണത്തെ മൂടിവെക്കാനും വെള്ളപാത്രങ്ങൾ മൂടിവെക്കാനൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചുകൊണ്ട്, ഇതിന്റെ കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നതും ഇങ്ങനെ തുറന്നിടൽ രോഗങ്ങളും പകർച്ചവ്യാധികളും ഉണ്ടാകാൻ കാരണമാകുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ ഭക്ഷണ പാനീയങ്ങളെ മൂടിവെച്ച് നല്ല വൃത്തിയോടുകൂടെ സൂക്ഷ്മതയോടുകൂടി നാം സൂക്ഷിക്കുക, കഴിക്കുകയും ചെയ്യുക. അല്ലാഹു തആല നമുക്ക് നല്ല ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. നമുക്ക് ആരെങ്കിലും വല്ല ഉപകാരങ്ങളും ചെയ്താൽ നാം അവരോട് നന്ദിയുള്ളവരാവണം. ചിലപ്പോൾ കാശ് നൽകി സഹായിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ വല്ല സഹായങ്ങളും നമുക്ക് നൽകി സഹായിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നമുക്ക് ശാരീരികമായിട്ട് നമ്മെ എന്തെങ്കിലും രൂപത്തിൽ സഹായിച്ചിട്ടുണ്ടാവാം. ഏതെങ്കിലും രൂപേണ നമ്മെ ആരെങ്കിലും സഹായിച്ചാൽ അവരോട് നാം നന്ദിയുള്ളവരാവണം. നന്ദി എങ്ങനെയാണ്? ഒന്നെങ്കിൽ നാം അവർക്ക് എന്തെങ്കിലും കൊടുക്കുക, കാശോ അല്ലെങ്കിൽ മറ്റു സാധനങ്ങളോ അവർക്ക് നൽകുക. ഇനി അത് നമ്മുടെ അരികിൽ ഇല്ലെങ്കിൽ അവരെ നാം പുകഴ്ത്തി പറയുക, നീ ചെയ്തൊരു നല്ല പ്രവർത്തനമാണ്, നീ ചെയ്ത നല്ലൊരു സഹായമാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ നാം പുകഴ്ത്തുക. അല്ലെങ്കിൽ ജസാക്കല്ലാഹു ഖൈറ, നിനക്ക് അല്ലാഹു തആല ഖൈറിനെ പ്രതിഫലം നൽകട്ടെ എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊടുക്കുക. അതവരെ പുകഴ്ത്തലും കൂടിയാണ്. കാരണം അതിൻ്റെ അർത്ഥം എന്താണ്? നീ ചെയ്ത് നല്ലൊരു പ്രവർത്തനമാണ്, നല്ലൊരു കാര്യമാണ് നീ ചെയ്തത്, നിനക്ക് അല്ലാഹു തആല നിനക്ക് നല്ലത് പ്രതിഫലം നൽകട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ നിന്റെ അടുത്തൊന്നുമില്ലെങ്കിൽ നീ അവരെ കുറിച്ച് നല്ലത് പറയുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊടുക്കുക.
കൊടുക്കുകയോ ചെയ്യുക. അത് അവരോടുള്ള നന്ദിയാണ്. അവർക്കൊന്നും ചെയ്തു കൊടുക്കാതെ അവരോടൊന്നും മിണ്ടാതെ നീ അത് മറച്ചു വെച്ചാൽ അത് നന്ദി കേടാണ് എന്ന് ഈ ഹദീസിലൂടെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. മാനപ്പെട്ട ജാബിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു തൊട്ട് നിവേദനം, അദ്ദേഹം പറയാണ്, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മന്നൗതി അത്വാൻ, ആർക്കെങ്കിലും വല്ല വസ്തുവിനെ നൽകപ്പെട്ടാൽ ഫവജദ, അങ്ങനെ അവൻ അതിനെത്തിച്ചു, എന്നാൽ ഫൽയുജിസ് ബിഹി, അവൻ അതിനേക്ക് പ്രതിഫലം നൽകട്ടെ, ആഷോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ അവൻ കൊടുക്കട്ടെ. ഇനി ഫൈല മജിദ്, ഇനി അതിനവൻ എത്തിച്ചിട്ടെങ്കിൽ ഫൽയുസ്ന ബിഹി, അവൻ പോയത്തി പറഞ്ഞുകൊള്ളട്ടെ, നല്ലത് പറഞ്ഞുകൊള്ളട്ടെ, അവനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊള്ളട്ടെ. അവൻ സനാബിഹി, അങ്ങനെ അവനവന് പൊയ്കത്തി പറഞ്ഞാൽ ഫഖർ ഷക്റഹു, അവനവനോടുള്ള നന്ദി കാണിച്ചു. അവൻ കത്തമഹു, ആരെങ്കിലും മറച്ചു വെച്ചാൽ ഫഖദ് കഫർ, അവനോട് നന്ദി കേടാണ് കാണിച്ചത്. അപ്പോൾ ആളുകളോട് നന്ദിയുള്ളവരാവണം. നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു തന്നാൽ ഏതെങ്കിലും രൂപേണ അവർക്ക് നന്ദിയുടെ വാക്കുകളോ അല്ലെങ്കിൽ നന്ദിയായിട്ട് എന്തെങ്കിലും നൽകുകയോ ചെയ്യാൻ വേണ്ടി നാം ശ്രമിക്കുക. അല്ലാഹു തആല അല്ലാഹുവിനും അവൻ്റെ അടിമകൾക്കും നന്ദി ചെയ്യുന്ന നല്ല ശാക്കിര്യങ്ങളിൽ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് നിവേദനം, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യശ്കുറുല്ലാഹു മൻ ലാ യശ്കുറുന്നാസ്, ലാ യശ്കുറുല്ലാഹ്, അല്ലാഹുവിനിക്ക് നന്ദി ചെയ്യുന്നില്ല, നന്ദി കാണിക്കുന്നില്ല, മൻ ലാ യശ്കുറുന്നാസ്, ജനങ്ങളോട് നന്ദി കാണിക്കാത്തവൻ. അപ്പോൾ ജനങ്ങളോട് നന്ദി കാണിക്കാത്തവൻ അള്ളാഹുവിനോട് നന്ദി കാണിക്കാത്തവനാണ്. അപ്പോൾ ജനങ്ങളോട് എപ്പോഴും നന്ദിയുള്ളവരാവണം. നമുക്ക് എന്തെങ്കിലും രൂപത്തിൽ ഉപകാരങ്ങൾ ചെയ്യുന്ന ആളുകൾ, സാമ്പത്തികമായിട്ടോ ശാരീരികമായിട്ടോ അങ്ങനെ ഏതെങ്കിലും രൂപത്തിൽ നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു തന്നാൽ നാം അവരോട് നന്ദിയുള്ളവരാവണം. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖൽബു ശൈഖി ഷാബുൻ അലാ ഹുബ്ബി സിനതൈനി, ഒരു വയസ്സായ ഒരാളുടെ ഹൃദയം ഷാബുൻ, അത് യുവത്വമാണ്, അലാ ഹുബ്ബി സിനതൈനി, രണ്ട് കാര്യങ്ങളെ സ്നേഹിക്കുന്നതിൻ്റെ മേൽ. അതായത് വയസ്സായ ഒരാൾക്ക് അയാളുടെ ഹൃദയത്തിൽ രണ്ട് കാര്യങ്ങളോട് വലിയ മഹബത്തായിരിക്കും, വലിയ സ്നേഹമായിരിക്കും. അയാളുടെ ശരീരം വയസ്സായിട്ടുണ്ടെങ്കിലും ഈ രണ്ട് കാര്യത്തിൻ്റെ മേൽ അയാളുടെ ഹൃദയം ചെറുപ്പമാണ്. അതെന്താണ്? തൂരിൽ ഹയാത്തി വ കസറത്തുൽ മാൽ, ധാരാളം വർഷം ജീവിക്കണം എന്നുള്ളതും കസറത്തുൽ മാലി, സമ്പത്തോടുള്ള അധിനിവേശവും, ധാരാളം സമ്പാദിക്കണം, അതുപോലെ ധാരാളം കാലങ്ങൾ ജീവിക്കണം. ഈ രണ്ട് ആഗ്രഹങ്ങൾ ഒരു വയസ്സായ ഒരാളുടെ ഹൃദയത്തിൽ കൂടുതലായിട്ട് ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഇബാദത്തുകൾ ചെയ്ത് ധാരാളം വർഷങ്ങൾ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നതിന്റെ പ്രശ്നമില്ല. കാരണം അവൻ ധാരാളം വർഷം ജീവിക്കുമ്പോൾ അതിലൊക്കെ നല്ല ഇബാദത്തുകൾ ചെയ്യാനാണ് അവൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ ധാരാളം സമ്പത്തുകൾ സമ്പാദിച്ച് അതൊക്കെ പാവങ്ങൾക്ക് കൊടുക്കണം, അതൊക്കെ നല്ല ചിന്തകളാണ്. അതല്ലാതെ വെറുതെ കുറെ കാലം ജീവിക്കണം, അടിച്ചു പൊളിക്കണം, കുറെ സമ്പത്ത് ചെലവഴിക്കണം, അതെങ്ങനെങ്കിലും ചെലവഴിക്കണം, സമ്പാദിക്കണം എന്നുള്ള ചിന്ത ഒരിക്കലും ഒരാൾക്കും ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു തആല നമ്മെ നല്ല ഹൃദയത്തിലുള്ള ഉടമകളാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയെ തൊട്ട് നിവേദനം, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അർബഉൻ മൻ ഉതിയഹുന്ന ഫഖർ ഉതിയ ഖൈറദ് ദുനിയ വൽ ആഖിറ, നാല് കാര്യങ്ങൾ ആർക്കെങ്കിലും നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫഖർ ഉതിയ ഖൈറദ് ദുനിയ വൽ ആഖിറ, ദുനിയാവിലെയും ആഖിറത്തിലെയും മുഴുവൻ ഖൈറാത്തുകളും അവനക്ക് നൽകപ്പെട്ടു എന്നാണ്. 4 കാര്യം ഒരാൾക്കുണ്ടെങ്കിൽ അവൻ ദുനിയാവും ആഖിറവും വിജയിച്ചവനാണ്. അതാണ് അതിൻ്റെ ഉദ്ദേശം. എന്താണ് ഒന്നാമത്തെ കാര്യം? ഖൽബുൻ ഷാക്കിറുൻ, നന്ദിയുള്ള ഹൃദയം, എല്ലാവർക്കും നന്ദി ചെയ്യുന്നവൻ, അള്ളാഹുവിനോട് നന്ദി ചെയ്യുന്നു, അടിമകളോട് നന്ദി ചെയ്യുന്നു, അങ്ങനെ എല്ലാവരോടും നന്ദി ചെയ്യുന്ന ഒരു ഹൃദയമുണ്ടെങ്കിൽ അവൻ വിജയിച്ചവനാണ്. ലിസാനുൻ ദാക്കിറുൻ, ദിക്ർ ചൊല്ലുന്ന നാവ് കൊണ്ട് വേണ്ടാത്തരങ്ങളൊന്നും സംസാരിക്കാതെ നല്ലത് മാത്രം പറയുന്ന നാവ്, എപ്പോഴും ദിക്റിലായി, സ്വലാത്തിലായി, ഖുർആനിലായി നല്ല നിലക്ക് ചെലവഴിക്കുന്ന നാവ്, ആ നാവിൻ്റെ ഉടമ ദുനിയാവിലും ആഖിറത്തിലും വിജയിച്ചവനാണ്. അടുത്തതോ ബദനുൻ അലൽ ബലായി സ്വാബിർ, ബലായിൻ്റെ മേൽ, ആഫത്ത് മുസീബത്തുകളുടെ മേൽ ക്ഷമിക്കുന്നവൻ, അവനക്കും വിജയമുണ്ട്. അവൻ്റെ ശരീരത്തിലോ അല്ലെങ്കിൽ സമ്പത്തിലോ അല്ലെങ്കിൽ മക്കളിലോ കാര്യങ്ങളിലോ വരുന്ന ആഫത്ത് മുസീബത്തുകൾ അതിലൊക്കെ ക്ഷമിക്കുന്നവൻ, അവനക്കും വിജയമുണ്ട്. 4ാമത്തെ കാര്യം എന്താണ്? സ്വന്തം ശരീരത്തിന്റെ വിഷയത്തിൽ ഭർത്താവിനോട് വഞ്ചന കാണിക്കാത്ത ഒരു ഭാര്യ, അതുപോലെ വലാ മാലിഹി, ഭർത്താവിന്റെ സമ്പത്തിലും അവളുടെ ശരീരത്തിലും ഭർത്താവിനോട് വഞ്ചന കാണിക്കാത്തൊരു ഭാര്യ ഒരാൾക്കുണ്ടെങ്കിൽ അവനും വിജയിച്ചവനാണ്. അവളുടെ ശരീരത്തെ ഭർത്താവിനു പുറമെ മറ്റൊരാൾക്ക് കാഴ്ചവെക്കുകയോ, അതുപോലെ ഭർത്താവിന്റെ സമ്പത്തിൽ ഭർത്താവിന്റെ സമ്മതമില്ലാതെ ചെലവഴിക്കുകയോ, ഭർത്താവിന്റെ സമ്പത്തിന് ദുരുപയോഗം ചെയ്യുകയോ ചെയ്യാത്ത നല്ല ഒരു ഭാര്യ, അതും ഒരാൾക്കുണ്ടെങ്കിൽ അവൻ വിജയിച്ചവനാണ്. അപ്പോൾ ഈ 4 കാര്യം, നല്ല നന്ദിയുള്ള ഹൃദയവും, അതുപോലെ ദിക്ർ ചൊല്ലുന്ന നാവും,
അതുപോലെ ആഫത്ത് മുസീബത്തിന് മേൽ ക്ഷമിക്കുന്ന ശരീരവും നല്ലൊരു ഭാര്യയും ഉണ്ടെങ്കിൽ അയാൾ ദുനിയാവിലും ആഖിറത്തിലും വിജയിച്ചവനാണ്. ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്ന ഫായിസങ്ങളിൽ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു പറയാണ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ് അയ്യു സ്വദഖത്തി അഫ്ളലു, ഓ നബിയെ ഏറ്റവും ശ്രേഷ്ഠമായ സ്വദഖ ഏതാണ്? അപ്പം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സഖിയുൽ മാഇ, വെള്ളം കുടിപ്പിക്കലാണ്. കുടിക്കാൻ പറ്റുന്ന ശുദ്ധജലം ഒരാൾക്കുണ്ടാവുക എന്ന് പറയുന്നത് അല്ലാഹു തആല നൽകുന്ന വലിയ അനുഗ്രഹമാണ്. കാരണം ശുദ്ധജലം കിട്ടാത്ത എത്രയോ ആളുകൾ നമ്മുടെ ലോകത്തുണ്ട്. ഒരു യാത്ര ചെയ്യുമ്പോഴോ മറ്റു സ്ഥലങ്ങളിലോ വെള്ളം കിട്ടാതെ വിഷമിക്കുമ്പോഴാണ് നമുക്ക് ആ ശുദ്ധജലത്തിന്റെ വില അറിയുക. എന്നാൽ മറ്റൊരാൾക്ക് വെള്ളം കുടിപ്പിക്കാൻ ദാഹം കൊണ്ട് വിഷമിക്കുന്ന ഒരാൾക്ക് അല്പം വെള്ളം നൽകാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ നാം ആ അനുഗ്രഹത്തിന് നന്ദി ചെയ്തവരാണ്. നാം ഒരു ബസ്സിൽ യാത്ര ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റു വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ അടുത്തിരിക്കുന്ന ഒരാൾ നമ്മുടെ അല്പം വെള്ളം ചോദിക്കുമ്പോൾ അത് കൊടുക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാവേണ്ടതാണ്. വഴിയിലൂടെ നടന്നു പോകുന്ന സമയത്ത് വെള്ളം കിട്ടാതെ വിഷമിക്കുന്ന ഒരു നായയോ അല്ലെങ്കിൽ ഒരു പൂച്ചയോ മറ്റു മൃഗത്തെയോ കാണുമ്പോൾ ഏതെങ്കിലും രൂപേണ വെള്ളം അതിനൊക്കെ കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ, അതുപോലെ ചൂടുള്ള സമയത്ത് മരച്ചില്ലകളിൽ വെള്ളം കിട്ടാതെ വിഷമിക്കുന്ന പറവകൾ, അവർക്ക് വേണ്ടി വെള്ളപ്പാത്രമോ മറ്റോ വെച്ച് അതിന് വെള്ളം കുടിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്താൽ നാം ചെയ്യുന്നത് എത്ര വലിയ ഒരു പ്രതിഫലമുള്ള കാര്യമാണ്. ശുദ്ധജലമുള്ള നമ്മുടെ കിണറ്റിൽ നിന്ന് കുറച്ച് വെള്ളമെടുക്കാൻ വേണ്ടി അയൽവാസി വരുമ്പോൾ, അതുപോലെ കോരിയെടുക്കാനും മോട്ടർ വെച്ച് വെള്ളമെടുക്കാനും അവനക്ക് നാം സമ്മതം മൂളിക്കൊടുക്കുമ്പോൾ അവൻ എത്ര സന്തോഷവാന്മാരാണ്. ബഹുമാനപ്പെട്ട അബൂ സഈദ് റളിയല്ലാഹു അൻഹു തൊട്ട് നിവേദനം, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇന്ന ശൈത്താന ഖാല, ശൈത്താൻ ലഅനത്തുല്ലാഹി അലൈഹി പറഞ്ഞു, വൈസത്തിക യാ റബ്ബ്, അല്ലാഹുവേ നിന്റെ ഉന്നതിയെ തന്നെ സത്യം, ലാ അബ്റഹു അഗ്വി ഇബാദക മാ ദാമത റവാഹും ഫി അജ്സാദിഹിം, ആത്മാവുകൾ ശരീരത്തിൽ ഉള്ള കാലത്തോളം നിന്റെ അടിമകളെ ഞാൻ പിഴപ്പിച്ചുകൊണ്ടിരിക്കും എന്ന് അല്ലാഹു തആലയോട് ഇബ്ലീസ് പറഞ്ഞു. അതായത് ഒരു മനുഷ്യന് ജീവനുള്ള കാലത്തോളം ഇബ്ലീസ് അവന്റെ ബാക്കിൽ നടന്നുകൊണ്ട് അവനെ തെറ്റിലേക്ക് നയിച്ചുകൊണ്ടേയിരിക്കും. തടീച്ചകളുടെ തലോടലിനെയും ശൈത്വാനിന്റെ പ്രലോഭനങ്ങളെയും മറികടന്നുകൊണ്ടാണ് ഒരാൾക്ക് ഇബാദത്ത് ചെയ്യാൻ സാധിക്കുന്നത്. ഇബ്ലീസ് എല്ലാ സമയത്തും നമ്മുടെ കൂടെ നടന്നുകൊണ്ട് നമ്മെ തെറ്റിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇബ്ലീസ് പറയുകയാണ്, ഞാൻ നിന്റെ അടിമകളെ എപ്പോഴും പിഴപ്പിച്ചുകൊണ്ടിരിക്കുന്നു പറഞ്ഞപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, വൈസത്തി വജലാലി ലാ അസാലു അഗ്ഫിറു ലഹും മസ്തഗ്ഫിറൂനി, എൻ്റെ അടിമകൾ എന്നോട് പൊറുക്കലിനെ തേടുന്ന കാലത്തോളം ഞാൻ അവർക്ക് പുറത്തു കൊടുക്കുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു തആല പറയും. ശൈത്വാനിന്റെ പ്രലോഭനത്തിൽപ്പെട്ടോ അവന്റെ തടീച്ചകളുടെ തലോടലിൽപ്പെട്ടോ ഒരാൾക്ക് തെറ്റ് സംഭവിച്ചു പോയാൽ അവൻ ഇസ്തിഗ്ഫാർ ചൊല്ലണം, അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടണം, തൗബ ചെയ്യണം. തൗബ ചെയ്താൽ അല്ലാഹു തആല നമ്മുടെ പാപങ്ങൾ പുറത്തു തരും. അതാണ് അല്ലാഹു തആല പറയുന്നത്, എൻ്റെ അടിമകൾ എന്നോട് പൊറുക്കലിനെ തേടുന്ന കാലത്തോളം ഞാൻ അവർക്ക് പുറത്തു കൊടുക്കുന്നതാണ്. അല്ലാഹു തആല നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു നിന്ന് ഇബ്ലീസിന്റെ ഫിത്നയിൽ നിന്ന് രക്ഷ ലഭിക്കുന്നവർ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യതമന്ന അഹദുകുൽ മൗത്ത്, നിങ്ങൾ ആരും മരണത്തെ കൊതിക്കരുത്, മരണത്തെ ആഗ്രഹിക്കരുത്. വലാ യദഉ ബിഹി മിൻ ഖബ്ലി യതിയ, മരണം വരുന്നതിന് മുമ്പ് ആ മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യരുത്. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. പ്രയാസങ്ങളില്ലാത്തവർ ആരാണുള്ളത്? ദുന്യാവിന്റെ കഥ തന്നെ എങ്ങനെയാണ്? മാനസികവും ശാരീരികവും സാമ്പത്തികവുമായ പല പ്രശ്നങ്ങളും നമുക്കുണ്ടാവും. അതൊക്കെ ക്ഷമിച്ചുകൊണ്ട് മുന്നേറുകയാണ് ഒരാൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ആണെങ്കിലും അതിന്റെ ബാക്കിൽ വലിയ സന്തോഷവും സമാധാനവും നമുക്ക് വരാനുണ്ട്. ദുന്യാവിൽ എത്ര കഷ്ടപ്പെട്ടാലും ബുദ്ധിമുട്ടിയാലും ആഖിറത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനക്ക് വലിയ സന്തോഷവും വലിയ സമാധാനവും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരാൾ മരിക്കാൻ ആഗ്രഹിക്കുക പോലും ചെയ്യരുത് എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇന്നഹു ഇദാ മാത അഹദുക്കും, നിങ്ങളിൽ ഒരാൾ മരിച്ചുപോയാൽ ഇൻഖത്ത അമലുഹു, അവന്റെ പ്രവർത്തനങ്ങളൊക്കെ മുറിഞ്ഞു പോകും, പ്രവർത്തനങ്ങളൊക്കെ അവസാനിക്കും. ഇനിയൊരു പ്രവർത്തനം ചെയ്യാൻ എനിക്ക് കഴിയില്ല, കാരണം മരിച്ചുപോയി. അതുകൊണ്ട് തന്നെ ഇന്നഹു ലാ യസീദുൽ മുഅ്മിൻ, ഒരു മുഅ്മിനിനെ അധികരിപ്പിക്കുകയില്ല ഉംറുഹു, അവന്റെ വയസ്സ് അവനെ അധികരിപ്പിക്കുകയില്ല, ഇല്ല ഹൈറനെ ഇല്ലാതെ. അപ്പൊ ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവനക്ക് കുറേ കാലം ജീവിക്കാൻ കഴിയുക എന്ന് പറയുന്നത് അവനക്ക് നല്ലതാണ്. കാരണം അവനക്ക് ധാരാളം സൽപ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കുമല്ലോ. ധാരാളം സൽപ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കുകയും ധാരാളം വയസ്സ് ജീവിക്കുകയും ചെയ്താൽ അത് മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ഹൈറാണ്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസി ഏത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ക്ഷമിച്ചുകൊണ്ട് മുന്നേറുക. അതിൻ്റെ ബാക്കിൽ വലിയ വിജയവും സന്തോഷവും നമുക്കുണ്ട് എന്ന് ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ് മാകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു ഫീ ഷൈരിൻ മാ യസൂമു ഫീ ശഅബാൻ. ശഅബാൻ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പ് നോൽക്കുന്നത് പോലെ വേറൊരു മാസത്തിലും നോമ്പ് നോറ്റിയിരുന്നില്ല. അതായത് സുന്നത്ത് നോമ്പുകൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശഅബാനിൽ ധാരാളം നോറ്റിരുന്നു. കാന യസൂമു കുല്ലുഹു ഇല്ലാ ഖലീല, അല്പമൊഴികെ ബാക്കി മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശഅബാനിൽ നോറ്റിരുന്നു. മാത്രമല്ല ബൽകാന യസൂമുഹു കുല്ലു എന്നല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശഅബാൻ മുഴുവനും നോമ്പ് നോറ്റിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശഅബാനു ഷഹരി എന്നാണ് പറഞ്ഞത്. ശഅബാൻ എൻ്റെ മാസമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേർത്തി പറഞ്ഞ റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെട്ട മാസമായ ശഅബാൻ മാസം. ആ ശഅബാൻ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളം നോമ്പ് നോറ്റിരുന്നു എന്നാണ് ഈ ഹദീസിലൂടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശഅബാൻ മാസത്തിൽ ധാരാളം നോമ്പ് നോൽക്കൽ സുന്നത്താണ്. മുഴുവൻ തന്നെ നോമ്പ് നോൽക്കൽ പ്രത്യേകതയുണ്ട് എന്നാണ് ഈ ഹദീസിലൂടെ സൂചിപ്പിക്കുന്നത്. അല്ലാഹു തആല പതിവാക്കാൻ, ധാരാളം നോമ്പുകൾ നോൽക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മനസ്തഗ്ഫറ ലിൽ മുഅ്മിനീന വലിൽ മുഅ്മിനാത്തി, മുഅ്മിനീങ്ങളായ പുരുഷന്മാർക്കും മുഅ്മിനീങ്ങളായ സ്ത്രീകൾക്കും വേണ്ടി ഒരാൾ പൊറുക്കലിനെ തേടിയാൽ കതബല്ലാഹു ലഹു ബികുല്ലി മുഅ്മിനിൻ വ മുഅ്മിനത്തിൻ ഹസന, എല്ലാ ഓരോ വിശ്വാസിക്കും വിശ്വാസിനിക്കും പകരം അവനക്ക് ഒരു ഹസനത്തിന് അല്ലാഹു തആല കണക്കാക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു വിശ്വാസിക്ക് വേണ്ടി ഒരാൾ ദുആ ചെയ്തു, അപ്പോൾ അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് എന്ന് നാം പ്രാർത്ഥിക്കാറുണ്ട്. എല്ലാ മുഅ്മിനീങ്ങളായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും നീ പുറത്തു കൊടുക്കണേ എന്ന്. അങ്ങനെ ഒരാൾ പ്രാർത്ഥിച്ചാൽ, അപ്പോൾ ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയും ഒരാൾ പ്രാർത്ഥിച്ചാൽ, അത് സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും അതിൻ്റെയൊക്കെ പകരമായിട്ട് അല്ലാഹു തആല നമുക്ക് ഓരോ വിശ്വാസിക്കും വിശ്വാസിനിക്കും പകരം നമുക്ക് ഒരു ഹസനത്തിന് അല്ലാഹു തആല കണക്കാക്കുന്നതാണ്. ഇത് ശ്രേഷ്ഠമായ ഒരു ഇബാദത്താണ് മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. മറ്റൊരാളുടെ അഭാവത്തിൽ അവനക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന പ്രാർത്ഥന കൂടിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വേണ്ടി നാം പ്രാർത്ഥിക്കാൻ വേണ്ടി ശ്രമിക്കുക. അക്കാരണത്താൽ നമ്മുടെ ദോഷം പുറപ്പിക്കാനും നമുക്കതിൻ്റെ കാരണത്താൽ കൂലി കിട്ടാനും കാരണമാണ് എന്ന് നാം മനസ്സിലാക്കുക. അല്ലാഹു തആല നമ്മെ യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റഹിമാം ഫുറുജിൻ ദുകിറതു ഇൻദഹു ഫലം യുസല്ലി അലൈഹി, എൻ്റെ പേര് പറഞ്ഞത് കേട്ടിട്ട് എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലാത്തവൻ അവനക്ക് നാശം സംഭവിച്ചിരിക്കുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കേൾക്കാനിടയായാൽ അത് മറ്റൊരാളുടെ വായ കൊണ്ടാണെങ്കിലും മൊബൈലിലാണെങ്കിലും അല്ലെങ്കിൽ ഒരാൾ കാട്ടിലൂടെ നടന്നു പോകുന്ന സമയത്ത് രണ്ട് മരങ്ങൾ ആടുന്ന സമയത്ത് ഒരു മുഹമ്മദ് എന്ന ശബ്ദം കൂട്ടിമുട്ടുമ്പോൾ വന്നാൽ വരെ സ്വലാത്ത് ചൊല്ലണമെന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. മറ്റൊരു ഹദീസിൽ കാണാം, അൽ ബഖീലു മൻ ദുകിറതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ, അൽ ബഖീലു പിശുക്കൻ മൻ ദുകിറതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ, എൻ്റെ പേര് കേട്ടിട്ട് എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലാത്തവൻ പിശുക്കനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഈ ഹദീസുകളൊക്കെ നമുക്ക് നൽകുന്ന പാഠം എന്താണ്? നബിയുടെ പേര് കേൾക്കുന്ന ഏതവസരത്തിലും സ്വലാത്ത് ചൊല്ലേണ്ടതാണ്. പക്ഷെ ഒരാൾ ടോയ്ലറ്റിലാണ്, അപ്പോൾ സ്വലാത്ത് ചൊല്ലരുത്. അല്ലെങ്കിൽ ഒരാൾ നിസ്കാരത്തിലാണ്, ആ സമയത്ത് റസൂലുള്ളാഹിന്റെ പേര് കേട്ടാലും അവൻ പറഞ്ഞാലും അവൻ സ്വലാത്ത് നിസ്കാരത്തിൽ ചൊല്ലരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ് അവിടുത്തെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ തൊട്ട് നിവേദനം, അദ്ദേഹം പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു, ഇന്നമാ യുബഅസുന്നാസു അലാ നിയ്യാതിഹിം, ജനങ്ങൾക്ക് അവരുടെ നിയ്യത്തനുസരിച്ചാണ് പ്രതിഫലം ലഭിക്കുന്നത്. ഏതൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും നല്ല നിയ്യത്തുണ്ടാവൽ അത്യാവശ്യമാണ്. നിയ്യത്തുൽ മുഅ്മിനി ഖൈറു മിൻ അമലിഹി എന്നാണല്ലോ, അമലിനേക്കാൾ പ്രാധാന്യമുണ്ട് നിയ്യത്തിന്, മുഅ്മിനിന്റെ നിയ്യത്തിന് എന്ന് ഹദീസിൽ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല നിയ്യത്ത്, നല്ല കരുത്തുണ്ടാവൽ അത്യാവശ്യമാണ്. ഒരു പാവപ്പെട്ടവൻ നടന്നു പോകുന്ന സമയത്ത് ഒരു വലിയ മണലിന്റെ കൂമ്പാരം കണ്ടു. അയാൾ മനസ്സിൽ വിചാരിച്ചു, ഈ മണൽ കൂമ്പാരം എങ്ങാനും സ്വർണമാവുകയാണെങ്കിൽ അതൊക്കെ വിറ്റ് പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാമായിരുന്നു. അയാളുടെ മനസ്സിലെ നിയ്യത്ത് കൊണ്ട് അല്ലാഹു തആല അതിന്റെ പ്രതിഫലം അയാൾക്ക് കൊടുത്തു എന്ന് അക്കാലത്തെ നബിക്ക് വഹി അറിയിച്ചിരിക്കുന്നു, പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വിശ്വാസിയുടെ നിയ്യത്തിനൊക്കെ വലിയ മഹത്വമുണ്ട്. അയാൾക്ക് ആ കാര്യം ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും അല്ലാഹു തആല അതിന്റെ കൂലി അവനക്ക് കൊടുക്കുന്നതാണ്. ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇന്നല്ലാഹ ഹയ്യുൻ കരീമുൻ, അല്ലാഹു തആല എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, കരീമുൻ അവൻ മാന്യനുമാണ്. യസ്തഹയി ഇദാ റഫഅ റജുലു ഇലൈഹി യദൈഹി അൻ യറുദ്ദഹുമാ സിഫ്റൻ ഖായിബതൈനി, ഒരാൾ അല്ലാഹുവിലേക്ക് കൈ ഉയർത്തിയാൽ അവനെ വെറും കൈയോടെ ഒന്നും കൊടുക്കാതെ വെറുതെ അവനെ മടക്കിവിടൽ അല്ലാഹു തആല ലജ്ജിക്കുന്നു. അതായത് ഒരു അടിമ അല്ലാഹുവിലേക്ക് എന്തെങ്കിലും ചോദിച്ചാൽ അല്ലാഹു തആല അത് കൊടുക്കാതിരിക്കില്ല. ഉത്തരങ്ങൾ പല രൂപത്തിലായിരിക്കും. ഒന്നെങ്കിൽ ചോദിച്ചത് തന്നെ കൊടുക്കും, അല്ലെങ്കിലോ
വരാനിരിക്കുന്ന വലിയൊരു ആഫത്തിന്, മുസീബത്തിന്, ഒരു പ്രശ്നത്തെ അള്ളാഹു തആല തടുക്കലായിരിക്കും. അല്ലെങ്കിൽ അവൻ ചോദിച്ചത് ദുനിയാവിൽ നിന്ന് കൊടുക്കാൻ മാത്രമല്ല, പരലോകത്ത് അതിന് വലിയ കൂലി അള്ളാഹു തആല കൊടുക്കലായിരിക്കും. ഇങ്ങനെ 3 രൂപത്തിലാണ് ഒരാൾക്ക് ഉത്തരമുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഒരാൾ അള്ളാഹുവിനോട് ചോദിച്ചാൽ എന്തായാലും ഉത്തരമുണ്ട്. മാത്രമല്ല ചോദ്യം തന്നെ ഒരു ഇബാദത്താണ്, അതിനൊക്കെ കൂലിയുണ്ട്. കാരണം ദുആ, പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ഇബാദത്താണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് നാം എന്ത് ചോദിച്ചാലും നമുക്ക് എന്തായാലും അതിന് കാര്യമുണ്ട്. അല്ലാഹു തആല നമ്മുടെ ദുആകളൊക്കെ ഉത്തരമുള്ള ദുആകളാക്കി സ്വീകരിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മന്നത്താ അല്ലാഹ് ഫഖദ് ദക്കറല്ലാഹ്. ആരെങ്കിലും അള്ളാഹുവിനെ വഴിപ്പെടുകയാണെങ്കിൽ ഫഖദ് ദക്കറല്ലാഹ്, അവൻ അള്ളാഹുവിനെ ഓർത്തവനാണ്. കാരണം അള്ളാഹുവിനെ ഓർമ്മയുണ്ടായത് കൊണ്ടാണല്ലോ അവൻ അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുന്നത്. ഓൻ്റെ നിസ്കാരവും ഓൻ്റെ നോമ്പും സനീഉഹു ലിൽ ഖൈരി, ഓൻ്റെ നല്ല നല്ല പ്രവർത്തനങ്ങളൊക്കെ കുറവാണെങ്കിലും ശരി, നിസ്കാരങ്ങളും നോമ്പ് കൊണ്ടൊക്കെ ഉദ്ദേശിക്കേണ്ട സുന്നത്തായ നിസ്കാരങ്ങളും നോമ്പുകളുമാണ്, അതൊക്കെ അവനക്ക് കുറവാണ്. എന്നാലും അവൻ അള്ളാഹുവിനെ ഓർക്കുന്നവനാണ്. കാരണം അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുന്നുണ്ട്. അവൻ അസല്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിനെതിരെ കാണിച്ചാൽ ഫഖദ് നസിയല്ലാഹ്, അവൻ അള്ളാഹുവിനെ മറന്നവനാണ്. അള്ളാഹുവിനെ മറന്നതുകൊണ്ടാണല്ലോ അവൻ അള്ളാഹുവിനെതിരെ ചെയ്യുന്നത്. ഓൻ്റെ നോമ്പും ഓൻ്റെ നിസ്കാരവും സനീഉഹു ലിൽ ഖൈരി, ഓൻ്റെ ഖൈറായ പ്രവർത്തനങ്ങളൊക്കെ ധാരാളമുണ്ടെങ്കിലും അവൻ അള്ളാഹുവിനെതിരെ കാണിക്കുന്നത് കൊണ്ട് അവൻ അള്ളാഹുവിനെ മറന്നവനാണ്. ഒരു വിശ്വാസി എപ്പോഴും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കണം. അള്ളാഹു തആല പറയുന്നുണ്ടല്ലോ, ഫദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർക്കുക എന്നാൽ ഞാൻ നിങ്ങളെയും ഓർക്കും. ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, സുഖത്തിന്റെ സമയത്തും നല്ല റാഹത്തുള്ള സമയത്തും അള്ളാഹുവിനെ ഓർത്താൽ പ്രയാസമുള്ള സമയത്ത് അള്ളാഹു തആല നമ്മെ ഓർക്കും, നമ്മളെ സഹായിക്കും എന്നാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സമയത്തും സുഖത്തിന്റെയും ദുഃഖത്തിന്റെയും എല്ലാ സമയങ്ങളിലും അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തകൾ നമുക്കുണ്ടാവണം. മാത്രമല്ല എല്ലാ സമയങ്ങളിലുമുള്ള ദിക്റുകളെ നമുക്ക് പതിവാക്കാൻ കഴിഞ്ഞാൽ അത് അള്ളാഹുവിനെ ഓർക്കലും കൂടിയാണ്. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അബീ ഉമാമ ഇയാസ് ഇബ്നു സാലബത്തിൽ അൻസാരിൽ ഹാരിസി റളിയല്ലാഹു അൻഹു അവരെ തൊട്ട് അവർ പറയാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വെച്ച് ഒരു ദിവസം സ്വഹാബാക്കൾ ദുനിയാവിനെ കുറിച്ചുള്ള ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയും വസ്ത്രത്തിന്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ചപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു, അലാ തസ്മഊൻ, നിങ്ങൾ കേൾക്കുന്നില്ലേ? അലാ തസ്മഊൻ, നിങ്ങൾ കേൾക്കുന്നില്ലേ? ഇന്നൽ ബദാദത മിനൽ ഈമാൻ, ഇന്നൽ ബദാദത മിനൽ ഈമാൻ, ലാളിത്യം അത് ഈമാനിൽ പെട്ടതാണ്, ലാളിത്യം ഈമാനിൽപ്പെട്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു കൊടുത്തു. നാം ഉപയോഗിക്കുന്ന ഭക്ഷണവും വെള്ളവും വസ്ത്രവും തുടങ്ങി എല്ലാ കാര്യങ്ങളിലും ലാളിത്യം ഉണ്ടായിരിക്കേണ്ടതാണ്. ആവശ്യങ്ങൾക്ക് വേണം എന്നല്ലാതെ അനാവശ്യമായി അല്ലെങ്കിൽ ഓവറായി കൊണ്ടുള്ള ഉപയോഗങ്ങൾ അത് ഇസ്ലാം അനുവദിക്കുന്നില്ല. ലാളിത്യം അത് ഈമാനിൽപ്പെട്ടതാണ്. ലാളിത്യത്തോടെ ജീവിക്കണം, അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നമ്മുടെ ഭക്ഷണത്തിൻ്റെയും വെള്ളത്തിൻ്റെയും അല്ലെങ്കിൽ വസ്ത്രത്തിൻ്റെയും നമ്മുടെ ദുനിയാവിലെ ഓരോ കാര്യങ്ങളുടെയും ഉപയോഗത്തിൻ്റെ കാരണത്താൽ മറ്റൊരാൾക്കും ബുദ്ധിമുട്ടുമുണ്ടാക്കുകയോ മറ്റൊരാളെ നിസ്സാരപ്പെടുത്തുകയോ ചെയ്യാതെ ജീവിക്കുകയാണ് വേണ്ടത്. അല്ലാഹു തആല യഥാർത്ഥ മുഅ്മിനീങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇദാ ഖാല റജുലു ഹലക്കൻ നാസു ഫഹുവ അഹ്ലകുഹും, ഒരാൾ പറഞ്ഞാൽ ഹലക്കൻ നാസു, ജനങ്ങളൊക്കെ മോശാണ് എന്നൊരാൾ പറഞ്ഞാൽ ഫഹുവ അഹ്ലകുഹും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ആ പറഞ്ഞ ആളാണ് അവരിൽ വെച്ച് ഏറ്റവും മോശം. ഹദീസിനെ വിശദീകരിക്കുന്നുണ്ട്, സ്തൗജബുന്നാറ ബിസൂഇ അഅമാലിഹിം, ജനങ്ങളുടെ അമലുകൾ മോശമായതുകൊണ്ട് അവരൊക്കെ നരകത്തിനെ ബന്ധപ്പെടുത്തിയിരിക്കുന്നു, അവരൊക്കെ നരകത്തിന്റെ ആളുകളായിരിക്കുന്നു എന്ന് ഒരാൾ പറഞ്ഞു. ആ പറഞ്ഞവനാണ് അതിലേറ്റവും നരകത്തെ ബന്ധപ്പെടുത്തുന്നവൻ. കാരണം അയാൾ ജനങ്ങളുടെ അയ്ബിനെ, ന്യൂനതകളെ നോക്കുകയും സ്വന്തം ന്യൂനതകളൊക്കെ മറക്കുകയും അയാൾ നല്ലവനാണ്, അയാൾ ജനങ്ങളെക്കാൾ ഉഷാറാണ് എന്ന ഒരു ലോകമാന്യം, ഒരു ജുബ് കിബിർ അയാൾക്കുണ്ടാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അയാൾ അതിൽ വെച്ച് ഏറ്റവും വലിയ മോശവാനായി. ഹദീസ് നൽകുന്ന പാഠം എന്താണ്? നാം ആരെക്കുറിച്ചും ചീത്ത വിചാരങ്ങൾ നമുക്കുണ്ടാവരുത്. എല്ലാവരെ കുറിച്ചും നല്ല ചിന്തകളാണ്, എല്ലാവരും നല്ലവരാണ് എന്നുള്ള ഒരു ചിന്തയാണ് നമുക്കുണ്ടാവേണ്ടത്. ഞാൻ മോശമാണ്, ഞാൻ ഇനി നന്നാവേണ്ടതുണ്ട് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അല്ലാഹു തആല യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് നിവേദനം, അദ്ദേഹം പറയാണ്, ജാ റജുലുൻ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് ഒരാൾ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, മാ ലഖീതു മിൻ അഖറബിൻ ലദാതിനി അൽ ബാരിഹത, ഇന്നലെ രാത്രി എന്നെ ഒരു തേള് കുത്തി നബിയേ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാലു ഖുൽത ഹീന അംസൈത അഊദു ബികലിമാത്തില്ലാഹി തആമാതി മിൻ ശർരി മാ ഖലഖ്, വൈകുന്നേര സമയത്ത് നീ അഊദു ബികലിമാത്തില്ലാഹി തആമാതി മിൻ ശർരി
മാ ഖലഖ് എന്നുള്ള ദിക്ർ നീ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ലം തുദുറുക, ആ തേള് നിന്നെ കുത്തില്ലായിരുന്നു, ബുദ്ധിമുട്ടാക്കില്ലായിരുന്നു എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിനൊക്കെ പറഞ്ഞു കൊടുത്തു. എല്ലാവിധ ആഫത്ത് മുസീബാത്തിൽ നിന്നും ജന്തുക്കളിൽ നിന്നൊക്കെ ഉള്ള കാവലാണ് ഈ ദിക്ർ പതിവാക്കുക എന്ന് പറയുന്നത്. രാവിലെയും വൈകുന്നേരം ഒരു 3 പ്രാവശ്യം ഒരാൾക്ക് പറയാൻ സാധിച്ചാൽ അവൻ എത്ര ഭാഗ്യവാനാണ്. അതുകൊണ്ട് തന്നെ ഇഖ്ലാസോടുകൂടെ നല്ല മനസ്സോടുകൂടെയാണ് ഈ ദിക്ർ ചെല്ലേണ്ടത്. അപ്പോഴാണ് അതിൻ്റെ മഹത്വം നമുക്ക് ലഭിക്കുന്നത്. മാത്രമല്ല ഹദീസിൽ കാണാം, ഒരാൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു സ്ഥലത്ത് ഇറങ്ങിയാൽ ആ ഇറങ്ങുന്ന സമയത്ത് അദ്ബി കലിമാത്തില്ലാഹി തആമത്ത് മിൻ ശർരി മാ ഖലഖ് എന്നുള്ള ദിക്ർ ചൊല്ലിയാൽ അവിടുന്ന് പുറപ്പെടുന്നത് വരെ ഒരു വസ്തു അവനെ ബുദ്ധിമുട്ടാക്കൂല എന്നാണ്. അതുകൊണ്ട് മഹത്തമായ ദിക്ർ പതിവാക്കാൻ അല്ലാഹു തആല ഭാഗ്യം നൽകട്ടെ. ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ അക്കലൽ ബസല വസ്സൂമ വൽ ഖുറാഖ ഫലാ യഖറബന്ന മസ്ജിദന. ഒരാൾ ഉള്ളിയോ അല്ലെങ്കിൽ വെളുത്തുള്ളിയോ അല്ലെങ്കിൽ ഉള്ളിത്തണ്ട് പോലത്തെ വാസനയുള്ള ഏതെങ്കിലും പച്ചക്കറിയൊക്കെ ഭക്ഷിച്ചാൽ ഫലാ യഖറബന്ന മസ്ജിദന, അവൻ നമ്മുടെ പള്ളിയിലേക്ക് അടുക്കരുതേ. കാരണം എന്താണ്? ഇന്നൽ മലായികത തതഅദാ മിമ്മാ യതഅദാ മിൻഹു ബനു ആദം. മനുഷ്യനക്ക് പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്ന ഏതൊരു കാര്യം കൊണ്ടും മലക്കുകൾക്കും അത് പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. ഭക്ഷിച്ചാൽ വായിൽ ദുർഗന്ധമുണ്ടാക്കുന്ന ഉള്ളി പോലത്തെ ഭക്ഷണ പദാർത്ഥങ്ങളെ പള്ളിയിലേക്ക് വരുമ്പോഴും ആളുകൾ കൂടുന്ന ഇടങ്ങളിലേക്ക് വരുമ്പോഴേക്ക് ഒഴിവാക്കേണ്ടതാണ്. കാരണം അക്കാരണത്താൽ അത് ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ നല്ലൊരു സദസ്സിലേക്ക് പോകുമ്പോൾ നല്ല വാസനകൾ പള്ളിയിലേക്ക് പോകുമ്പോഴും സുഗന്ധപൂർണിതമായി കൊണ്ടാണ് ഒരാൾ പോകേണ്ടത്. നമ്മുടെ കാരണം കൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ട് ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുതേ എന്നാണ് നാം ആഗ്രഹിക്കേണ്ടത്. നമ്മുടെ മൊബൈലിലേക്ക് വരുന്ന മെസ്സേജുകളും കോളുകളൊക്കെ മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടാക്കുന്ന രൂപത്തിലാവരുത്. പള്ളിയിലേക്ക് കയറുമ്പോൾ മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കുകയോ അല്ലെങ്കിൽ സൈലന്റ് ആക്കുകയോ ചെയ്യാതിരുന്നാൽ നമ്മുടെ മൊബൈലിലേക്ക് വരുന്ന മെസ്സേജുകളും കോളുകളും ഒക്കെ മറ്റുള്ളവർക്ക് പ്രയാസവും ബുദ്ധിമുട്ടുമാണ്. അത് അവരുടെ നിസ്കാരത്തിന്റെ വ്യക്തിയെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പള്ളിയിലേക്ക് വരുമ്പോൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മിൽ നിന്നും ഒഴിവാക്കേണ്ടതാണ്. അല്ലാഹു തആല നമ്മെ യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ മരിദൽ അബ്ദു ഔ സാഫറ കുതിബ ലഹു മിസ്ലു മാ കാന യഅമലു മുഖീമൻ സ്വഹീഹ. ഒരടിമക്ക് രോഗം വന്നാൽ രോഗസമയത്ത് ശരിക്ക് ഇബാദത്ത് ചെയ്യാനോ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കാനോ സുന്നത്ത് നിസ്കാരങ്ങൾ നിസ്കരിക്കാനോ മറ്റു സ്വാലിഹായ പ്രവർത്തനങ്ങൾ ചെയ്യാനോ അവനക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ അവൻ്റെ ആരോഗ്യ സമയത്ത് അവൻ ചെയ്തതിൻ്റെ കാരണത്താൽ അതുപോലത്തെ കൂലി അവനക്ക് എഴുതപ്പെടുന്നതാണ്. അതുപോലെ ഒരാൾ യാത്രയിലാണെങ്കിൽ ആ യാത്രയിൽ അവനക്ക് സുന്നത്ത് നിസ്കരിക്കാനോ സുന്നത്ത് നോമ്പെടുക്കാനോ മറ്റു സൽക്കർമ്മങ്ങൾ ചെയ്യാനോ അവനക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ അവൻ നാട്ടിൽ നിൽക്കുന്ന സമയത്ത് അവൻ ചെയ്ത ഇബാദത്ത് പോലോത്ത അവൻ നോറ്റ നോമ്പ് പോലോത്ത അവൻ നിസ്കരിച്ച നിസ്കാരങ്ങൾ പോലോത്ത അവൻ്റെ കൂലിയെ അല്ലാഹു തആല അവനക്ക് കണക്കാക്കുന്നതാണ് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അതുകൊണ്ട് തന്നെ ഒരാൾ നല്ല ആരോഗ്യമുണ്ടാകുന്ന സമയത്ത് അതുപോലെ അവൻ്റെ യാത്ര ഇല്ലാത്ത സമയത്ത് നാട്ടിൽ നിൽക്കുന്ന സമയത്തൊക്കെ ധാരാളം സൽപ്രവർത്തനങ്ങൾ ഒരാൾക്ക് ചെയ്യാൻ സാധിച്ചാൽ സുന്നത്ത് നോമ്പും സുന്നത്ത് നിസ്കാരങ്ങളും മറ്റു സൽപ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിച്ചാൽ കാരണത്താൽ അവൻ്റെ രോഗസമയത്തും അതേപോലെ യാത്രയുള്ള സമയത്തൊക്കെ അതുപോലത്തെ കൂലി അല്ലാഹു തആല നൽകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. നല്ല നല്ല സമയങ്ങളൊക്കെ അല്ലാഹുവിൻ്റെ ത്വഅത്തിലായിരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നിവേദനം. അദ്ദേഹം പറയാണ്, ബനൂ സലമ ഗോത്രക്കാർ പള്ളിയുടെ അടുത്തേക്ക് വീട് മാറാൻ വേണ്ടി സ്ഥലം മാറാൻ വേണ്ടി ഉദ്ദേശിച്ചു. കാരണം അവരുടെ സ്ഥലം പള്ളിയിൽ നിന്നും കുറെ വിദൂരത്തായിരുന്നു. അതുകൊണ്ട് തന്നെ അടുത്തേക്ക് മാറണമെന്ന് അവർ ഉദ്ദേശിച്ചപ്പോൾ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു, ഇന്നഹു ഖദ ബലഗനി അന്നകും തുരീദൂന അൻ തൻതഖിലു ഖുർബൽ മസ്ജിദ്. പള്ളിയുടെ അടുത്തേക്ക് നിങ്ങൾ താമസം മാറാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ട് എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്, അതേ നബിയെ, ഖദ റദനാ ദാലിക, ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ട് നബിയെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബനി സലമ, ഓ ബനു സലമ ഗോത്രക്കാരെ, ദിയാറക്കും തുക്തബു അസാറുക്കും, ഓ ബനു സലമ ഗോത്രക്കാരെ, നിങ്ങൾ ഇപ്പോഴുള്ള ആ സ്ഥലത്ത് തന്നെ ആ വീട്ടിൽ തന്നെ നിങ്ങൾ താമസമാക്കുക, അവിടെ തന്നെ നിങ്ങൾ നിൽക്കുക. കാരണം എന്താണ്? തുക്തബു അസാറുക്കും, നിങ്ങളുടെ ചവിട്ടടികളെ എഴുതപ്പെടുന്നതാണ്. നൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദിയാറക്കും തുക്തബു അസാറുക്കും, നിങ്ങളുടെ വീടുകളിൽ തന്നെ നിങ്ങൾ നിൽക്കുക. നിങ്ങളുടെ ചവിട്ടടികളെ, നിങ്ങൾ പള്ളിയിലേക്ക് വരുന്ന ഓരോ ചവിട്ടടികളെയും നിങ്ങൾക്ക് ഹസനത്തായിട്ട് അതിന് എഴുതപ്പെടുന്നതാണ്. പള്ളിയിലേക്ക് വരുന്ന ഓരോ ചവിട്ടടിക്കും വലിയ മഹത്വമുണ്ട്. ഒരു നന്മ എഴുതപ്പെടാനും ഒരു തിന്മ തൊട്ട് മായ്ക്കപ്പെടാനും ഒരു പദവി ഉയർത്തപ്പെടാനും കാരണമാണ് ഓരോ ചവിട്ടടിയും. അതുകൊണ്ട് തന്നെ വിദൂരത്ത് നിന്നാകുമ്പോൾ ധാരാളം ചവിട്ടടികൾ അവനക്കുണ്ടാവും, ധാരാളം പ്രതിഫലങ്ങൾ വാരിക്കൂട്ടാൻ അവനക്ക് സാധിക്കുകയും ചെയ്യും. അല്ലാഹു തആല നമ്മുടെ എല്ലാ അമലുകളും അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാമിൻ മുസ്ലിമിൻ
യൗരിസു ഖുർസൻ ഇല്ലാ കാന മാ ഉക്കില മിൻഹു ലഹു സദഖ. ഒരു മുസ്ലിമായ മനുഷ്യൻ എന്തെങ്കിലും ഒരു സസ്യം നട്ടാൽ, ഒരു തൈ അവൻ നട്ടാൽ, ഇല്ലാ കാന മാ ഉക്കില മിൻഹു ലഹു സദഖ, അതിൽ നിന്ന് ഭക്ഷിക്കപ്പെട്ടതിനൊക്കെ അവനക്ക് സദഖയുടെ കൂലിയുണ്ട്. മാ സുരിഖ മിൻഹു ലഹു സദഖ, ആരെങ്കിലും അതിൽ നിന്ന് മോഷ്ടിച്ചാലും അതിനും അവന് കൂലിയുണ്ട്. മാ കല സബഉ മിൻഹു ഫഹുവ ലഹു സദഖ, ഒരു പിടിമൃഗം, ഒരു വന്യജീവി അതിൽ നിന്ന് ഭക്ഷിച്ചാലും അതിനും അവനക്ക് സദഖ ചെയ്ത കൂലിയുണ്ട്. മാ കലത്ത് ത്വയ്റു ഫഹുവ ലഹു സദഖ, ഒരു പക്ഷി അതിൽ നിന്ന് ഭക്ഷിച്ചാലും സദഖ ചെയ്ത കൂലി അവനക്കുണ്ട്. മറ്റു തരത്തിൽ അതിനെ നശിപ്പിക്കപ്പെടുന്നതിലുമെല്ലാം അവന് സ്വതക്ക ചെയ്ത കൂലിയുണ്ട്. അതായത് ആ സസ്യത്തെ നശിപ്പിച്ചുകൊണ്ടോ മുറിച്ചുകൊണ്ടോ അങ്ങനെ മറ്റേതെങ്കിലും രൂപത്തിൽ അതിൽ നിന്നും ഒരാൾ സാധനങ്ങൾ എടുത്താലും അവനക്ക് സ്വതക്ക ചെയ്ത കൂലിയുണ്ട് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു മരം നടുക എന്ന് പറയുന്നത് വലിയ പ്രതിഫലമുള്ള, നിലക്കാത്ത ഉറവയായ ഒരു വലിയ മഹത്വമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ മരങ്ങൾ ധാരാളം നടാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടായാൽ നാം ഭാഗ്യവാന്മാരാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ആയത്തൊട്ട് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഅസ റജുലൻ അലാ സരിയ, ഒരു സംഘത്തിന്റെ മേൽ ആ സംഘത്തിന്റെ നേതാവായിട്ട് ഒരാളെ അയച്ചു. അയാൾ തൻ്റെ അനുയായികൾക്ക് ഇമാമ് നിൽക്കുന്ന സമയത്ത് നിസ്കാരത്തിൽ എല്ലാ റക്അത്തിലും സൂറത്തുൽ ഇഖ്ലാസ് ഓതും. ഫയഖ്തിമു ബിഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തുൽ ഇഖ്ലാസ് കൊണ്ടാണ് ഓരോ റക്അത്തും പൂർത്തിയാക്കുന്നത്. ലമ്മാ റജഉ ദക്കറു ദാലിക ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സംഘം മടങ്ങി വന്നപ്പോൾ ആ സംഘത്തിലുള്ള ആളുകൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ വിഷയം ഓർമ്മിപ്പിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സലൂഹു ലഅയ്യി ശൈഇൻ യസ്നഉ ദാലിക, നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുക എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ എല്ലാ റക്അത്തിലും സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നത് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു നോക്കൂ. അപ്പോൾ അവർ അദ്ദേഹത്തോട് ചോദിച്ചു നോക്കി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലിഅന്ന സിഫത്തുർ റഹ്മാൻ, ആ സൂറത്തിൽ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഞാനത് ഓതാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന ആളുകളോട് പറഞ്ഞു കൊടുത്തു, അഖ്ബിറുഹു, നിങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കൂ, അന്നല്ലാഹു യുഹിബ്ബുഹു, അള്ളാഹു തആല അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കൂ എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന ചോദിച്ച ആളുകൾക്ക് പറഞ്ഞു കൊടുത്തു. സൂറത്തുൽ ഇഖ്ലാസ് മഹത്വമുള്ള ഒരു സൂറത്താണ്. നിസ്കാരത്തിലും അല്ലാത്ത സമയങ്ങളിലൊക്കെ സൂറത്തുൽ ഇഖ്ലാസ് പതിവാക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നിവേദനം. അദ്ദേഹം പറയാണ്, നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം റജുലുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് ഒരാൾ വന്നു. യഷ്കു ഖസ്വത ഖൽബിഹി, അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ കാഠിന്യത്തെക്കുറിച്ച് സങ്കടപ്പെട്ടുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, അതുഹിബ്ബു യരീന ഖൽബുക തുദിക ഹാജതുക, എൻ്റെ ഹൃദയം മയപ്പെടാനും എൻ്റെ ആവശ്യങ്ങൾ വീടാനും നീ ഇഷ്ടപ്പെടുന്നുണ്ടോ? എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു, ഇർഹമൽ യതീമ, യതീമിനിക്ക് നീ കരുണ ചെയ്യുക. പൂർത്തിയാകുന്നതിന് മുമ്പ് മരണപ്പെട്ടവരാണ് യതീം കുട്ടികൾ. ആ യതീം കുട്ടികൾക്ക് നീ കരുണ ചെയ്യുക, അവർക്ക് വേണ്ട ആവശ്യങ്ങളൊക്കെ വീട്ടി കൊടുക്കുക. റസഹു, അവരുടെ തല നീ തടവി കൊടുക്കുക. അതായത് വാത്സല്യത്തോടുകൂടെ, കൃപയോടുകൂടെ, സ്നേഹത്തോടുകൂടെ അവരെ തടവി കൊടുക്കുകയും അവരോട് പെരുമാറുകയും ചെയ്യുക. വഅത്ഇമുഹു മിൻ തുആമിക, നിന്റെ ഭക്ഷണത്തിൽ നിന്ന് അവരെ നീ ഭക്ഷിപ്പിക്കുകയും ചെയ്യുക. ഈ കാര്യങ്ങൾ നീ ചെയ്താൽ യലിൻ ഖൽബുക തുദ്രിക ഹാജതുക, നിന്റെ ഹൃദയം നല്ല മയമുള്ള ഹൃദയമാവുകയും നിന്റെ ആവശ്യങ്ങളൊക്കെ വീടുകയും ചെയ്യുമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാൾക്ക് പറഞ്ഞു കൊടുത്തു. യതീം കുട്ടികളോട് നല്ല നിലയ്ക്ക് പെരുമാറുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുക നമ്മുടെ ആവശ്യങ്ങൾ വീടാനും നമ്മുടെ ഹൃദയം നന്നാവാനുമുള്ള കാരണമാണ് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. യതീം കുട്ടികളോടൊക്കെ നല്ല നിലയിൽ സ്നേഹത്തോടെ കാരുണ്യത്തോടെ പെരുമാറാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ മസ്സ റഅസ യതീമൻ ലം യംസഹു ഇല്ലാ ലില്ലാഹ് കാന ലഹു ബികുല്ലി ശഅറത്തിൻ മററത അലൈഹാ യദഹു ഹസന. അല്ലാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും സ്നേഹവും ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരാൾ സ്നേഹത്തോടുകൂടെ, കൃപയോടുകൂടെ, വാത്സല്യത്തോടുകൂടെ, കരുണയോടുകൂടെ ഒരു യതീമിൻ്റെ തല തടവിക്കൊടുത്താൽ അവൻ്റെ കൈ സ്പർശിക്കുന്ന ഇടങ്ങളിലുള്ള മുടികൾക്കനുസരിച്ച് അവനക്ക് ഹസനത്തിന് എഴുതപ്പെടുന്നതാണ്, ഹസനത്ത് നന്മ അവനക്ക് നൽകപ്പെടുന്നതാണ് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. കാരണം സ്നേഹത്തോടെയുള്ള ആ കൃപയോടുകൂടെയുള്ള അവനോടുള്ള പെരുമാറ്റം അവനെ സമാധാനിപ്പിക്കുകയും അവനെ സാന്ത്വനപ്പെടുത്തുകയും അവനെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ യതീം കുട്ടികളോട് സ്നേഹത്തോടുകൂടെ സ്നേഹമിശ്രണമായ പെരുമാറ്റത്തിൽ അവരോട്
പെരുമാറുകയും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഉപകാരങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് വിശ്വാസിയുടെ ബാധ്യത കൂടിയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളോട് സ്നേഹത്തോട് പെരുമാറാൻ അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അയ്യുഅജിസു അഹദുക്കും യഖറ ഫീ ലൈലത്തിൻ സുൽസൽ ഖുർആൻ, രാത്രിയിൽ ഖുർആനിന്റെ 1/3 ഓതാൻ നിങ്ങൾ അശക്തരാണോ? നിങ്ങൾക്കത് കഴിയില്ലേ? സ്വഹാബാക്കൾ പറഞ്ഞു, വകൈഫ യഖറു സുൽസൽ ഖുർആൻ, എങ്ങനെയാണ് നബിയെ ഖുർആനിന്റെ 1/3 രാത്രി ഓതാൻ കഴിയുക? ഞങ്ങൾ എങ്ങനെ ഓതും? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖുൽ ഹുവല്ലാഹു അഹദ് തഅദിലു സുൽസൽ ഖുർആൻ, സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ്, അത് ഖുർആനിന്റെ 1/3 തുല്യമാകുന്നതാണ്. അപ്പോൾ ഒരാൾ രാത്രി സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ അവൻ ഖുർആനിന്റെ 1/3 ഓതിയവനെ പോലെയാണ്. അപ്പോൾ ഒരാൾ 3 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാലോ ഖുർആൻ മുഴുവനും ഖത്തം ചെയ്ത കൂലി അല്ലാഹു തആല കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ സൂറത്തുൽ ഇഖ്ലാസ് ജീവിതത്തിൽ പതിവാക്കാൻ സാധിച്ചാൽ, അത് രാത്രിയാവട്ടെ പകലാവട്ടെ, ഒരാൾ എല്ലാ സമയത്തും സൂറത്തുൽ ഇഖ്ലാസ് ധാരാളം ഓതാൻ സാധിച്ചാൽ അവൻ ഭാഗ്യവാനാണ്. അല്ലാഹു തആല ധാരാളം സൂറത്തുൽ ഇഖ്ലാസ് ജീവിതത്തിൽ പതിവാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് തയഖ്തിമ 10 മറാത്ത്, ഒരാൾ ഖുൽ ഹുവല്ലാഹു അഹദ് 10 പ്രാവശ്യം അത് പൂർണ്ണമായി ഒരാൾ ഓതിയാൽ, ബനല്ലാഹു ലഹു ഖസ്റൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ അല്ലാഹു തആല അവനക്ക് വളരെ കൊട്ടാരത്തെ നിർമ്മിച്ചു കൊടുക്കുന്നതാണ്. എന്നാൽ വമൻ ഖറഅ 20 മറ, ഒരാൾ 20 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് പൂർണ്ണമായി ഓതിയാലോ, ബുനിയ ലഹു ഖസ്റാനി, 2 കൊട്ടാരങ്ങളെ അവനക്ക് വേണ്ടി നിർമ്മിക്കപ്പെടുന്നതാണ്. ഒമൻ ഖറഅ 30 മറ, ഒരാൾ 30 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ, ബുനിയ ലഹു 3 കൊട്ടാരങ്ങളെ അവനക്ക് വേണ്ടി നിർമ്മിക്കപ്പെടുന്നതാണ്. ഒരു ഹദീസിൽ കാണാം, ഒരാൾ എല്ലാ ദിവസവും 50 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ ഖിയാമത്ത് നാളിൽ അവന്റെ ഖബറിൽ നിന്ന് അവനെ വിളിക്കപ്പെടും. ഖും യാ മാദിഹല്ലാഹ് ഫദ്ഖുലിൽ ജന്ന, ഓ അല്ലാഹുവിനെ സ്തുതിച്ചവനെ എണീക്കൂ, അങ്ങനെ ഫദ്ഖുലിൽ ജന്ന, അങ്ങനെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കൂ എന്ന് അവനെ വിളിക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഇത്രയും വലിയ മഹത്വമാണ് സൂറത്തുൽ ഇഖ്ലാസ്. അതുകൊണ്ട് തന്നെ സൂറത്തുൽ ഇഖ്ലാസ് നമ്മുടെ എല്ലാ ദിവസങ്ങളിലും ഒരു എണ്ണം വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ഒരാൾക്ക് സാധിച്ചാൽ അവനക്ക് എത്ര വലിയ മഹത്വമാണ് ലഭിക്കുന്നത്. ദിവാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.